നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ നാട് ഓച്ചിറയാണ്. അവിടെ PN ഭാസ്കരൻ എന്നൊരു മുഴുവൻ സമയ പ്രവർത്തകനായ CPM നേതാവുണ്ടായിരുന്നു. പാർട്ടി പിരിവിനായി നാട്ടിലെ ചെറുപ്പക്കാരെയൊക്കെ കൂട്ടിയാണ് പുള്ളി പോവുക. പിരിവിന് ചെന്നാൽ പുള്ളിയെയും പാർട്ടിയെയും പതിവായി ചീത്ത വിളിക്കുന്ന ഒരു പ്രായമായ സ്ത്രീ ഉണ്ടായിരുന്നു. എപ്പോൾ ചെന്നാലും പള്ളിവിളി ഉറപ്പാണ്, പൈസയും തരില്ല. കൂട്ടത്തിലെ ചെറുപ്പക്കാരൊക്കെ ഇനിയെങ്കിലും ആ വീട് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചാലും പുള്ളി വീണ്ടും ആ വീട്ടിൽ കൊണ്ടുപോകും. അപ്പോഴും പതിവ് ആവർത്തിക്കും. ഒടുവിൽ ചെറുപ്പക്കാരുടെ ചോദ്യം കലശലായപ്പോൾ പുള്ളി പറഞ്ഞൊരു മറുപടിയുണ്ട്. സാധാരണ മനുഷ്യർക്ക് പാർട്ടിയോടും സർക്കാരിനോടും പല എതിർപ്പുകളും ഉണ്ടാകും. അത് കേൾക്കാൻ തയ്യാറാകണം, അവരുടെ വീടുകളിൽ പോകണം. അല്ലെങ്കിൽ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഈ എതിർപ്പെല്ലാം കൂടി അവർ പ്രകടിപ്പിക്കുക വോട്ട് വരുമ്പോഴാവും. 5-6 വട്ടം പോയി പള്ളു കേട്ടാൽ അവരുടെ ദേഷ്യം പകുതി കുറയും. പള്ളു കേട്ടാലും പിന്നെയും വരുന്നതല്ലേ എന്ന് തോന്നും. പിരിവ് കിട്ടിയില്ലെങ്കിലും വോട്ട് കിട്ടും. ചെറുപ്പക്കാർക്ക് അതൊരു വലിയ പാഠമായിരുന്നു. പഴയകാല പാർട്ടി പ്രവർത്തകരുടെ ആ പതിവിലേക്കാണ് CPM ഇപ്പോൾ മടങ്ങിപ്പോകുന്നത്. പക്ഷേ പുതിയ കാല നേതാക്കൾക്ക് അങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി വേണ്ടി വന്നു. ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം നേതാക്കളെല്ലാം വീടുകളിൽ പോയി ന്യായീകരണവും തർക്കവും ഒഴിവാക്കി ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ടു. ഗൃഹസന്ദർശന പരിപാടി പൂർത്തിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറ്റിയ തെറ്റ് ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുത്തുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവകാശപ്പെട്ടത്. സംസ്ഥാനത്ത് സർക്കാർ വിരുദ്ധ വികാരമില്ലെന്ന് ഗൃഹസന്ദർശന പരിപാടിയിൽ ബോധ്യപ്പെട്ടെന്നും വിശദീകരിച്ചു. ഈ വൈകിയ വേളയിലെങ്കിലും CPM നേതാക്കൾ വീടുകൾ കയറിയിറങ്ങിയതുകൊണ്ട് ജനങ്ങളുടെ എതിർപ്പ് മാറിയിട്ടുണ്ടാകുമോ? സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലേ? ഗൃഹസന്ദർശനം വോട്ടായി മാറുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ശിവദാസൻ, CPM ഗൃഹസന്ദർശന പരിപാടി ഈ സാധാരണ രീതിയിലുള്ള ആ പതിവുകളൊക്കെ മാറ്റിക്കൊണ്ട് മുൻകാലങ്ങളിലൊക്കെ ചെയ്തിരുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ വീടുകളിൽ പോകുന്നു, അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുന്നു. ഈ ഭരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണെങ്കിൽ പോലും ആ ഒരു തെറ്റുതിരുത്തൽ കൊണ്ട് ഇവർക്കത് വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. പഴയകാല CPMന്റെ നയമാണ്. എത്ര ചിത്തവിളി കേട്ടാലും എത്ര എന്ത് പറഞ്ഞാലും വീട്ടുകളിൽ പോയി നമ്മൾ പൈസ പിരിക്കാറുണ്ട്. പണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റായിരുന്നു, പിരിക്കാറുണ്ടായിരുന്നു. ഒരാൾ മരിക്കുമ്പോൾ ആ ചുവന്ന കൊടി പട്ട് ഒളിച്ച് മാറ്റിയെടുത്ത് നമ്മൾ അന്ന് രാഷ്ട്രീയ നടത്തിയിട്ടുണ്ട്, പക വരുമ്പോ കൊടി കെട്ടാൻ. പക്ഷെ 9 വർഷക്കാലമായി ഈ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ MA ബേബി നല്ല നേതാവാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഇപ്പൊ കോമാളിയാക്കി CPM കണ്ടു. പിണറായി വിജയന് വേണ്ടി അദ്ദേഹം ഓരോ വീട്ടിൽ കയറി തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പോണമായിരുന്നു. ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും നല്ല കാര്യങ്ങൾ പറയുവാനും അദ്ദേഹത്തിന് പോകാൻ കഴിവ് അദ്ദേഹം ദൈവം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അധ്വാനിച്ചിട്ട ഒരു പവർ ഉണ്ടായിരുന്നു, പൊളിറ്റിക് പവർ. പക്ഷേ ഞാൻ ഇപ്പം പറയുന്നു, CPMകാർ എന്ത് കാണിച്ചാലും ഏത് കാണിച്ചാലും കിരൺ ബാബു അനിയ, ഞാൻ നിഷ്പക്ഷമായി പറയുന്ന ആളാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ നിഷ്പക്ഷമായ കാര്യം പറയും. എനിക്കിട്ട പേരാണ് ശിവദാസൻ, എന്റെ പ്രവൃത്തിയാണ് കൊള്ളാന്ന് പറയുന്നത്. അതാണ് BJP, കോൺഗ്രസ്, CPM. അത് പ്രവൃത്തി ഉണ്ടെങ്കിൽ പറയുള്ളൂ. പാപ്പന്റെ പാർട്ടിയാണ് CPM. പക്ഷെ ഇത്രയെല്ലാം ചെയ്തു വെച്ചിട്ട് ജനങ്ങള് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം നാട്ടുകാർ വെറുത്തുപോയി. ഇന്ന് കാണുന്ന അത്രയും ജനങ്ങളെ വോട്ടും വാങ്ങി കയറിയിട്ട് ഈ കാണിക്കുന്ന കോപ്പാത്തനങ്ങൾ, ഇവര് കാണിക്കുന്ന അനീതിയും കണ്ട് 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 നമ്മൾ മടുത്തിരിക്കുകയാണ്. ഈ ജനങ്ങൾ അവർ കൊല്ലുകയാണ്. നമ്മളെ അധികാരം കൊണ്ട്, നമ്മളെ വോട്ട് കൊണ്ട് നേടിയെടുത്ത പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും BJPക്കാരനായാലും എല്ലാവരും തിന്നും കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും പൊതുജനം കരുതലാക്കാണ്. വീണ്ടും വോട്ട് ചെയ്യുന്നു. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, എല്ലാ നല്ലവരായ ജനങ്ങളും ഇന്ത്യയുടെ മഹാരാജ്യത്ത് ഏറ്റവും ജനാധിപത്യ രീതിയിലെ ഏറ്റവും വിലപ്പെട്ട നമ്മൾ വോട്ടവകാശം നോക്കി വേണം വോട്ട് ചെയ്യാൻ. വീട് കയറി ഇറങ്ങട്ടെ, ചീത്തവിളി കേൾക്കട്ടെ, അടിക്കട്ടെ, അത് ഒരു CPM കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നയമാണ്. പക്ഷെ ഇപ്പോ അതില്ല അനിയ, അതൊക്കെ കഴിഞ്ഞു പോയി. ഇനി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടും. അങ്ങനെ ഒരു തിരുത്തൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതുവരെയും ജനങ്ങൾക്ക് ന്യായീകരണം പറഞ്ഞ് ക്യാപ്സ്യൂളുകൾ എന്നൊക്കെ കളിയാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം, ഞങ്ങളുടെ കയ്യിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു തെറ്റുതിരുത്തലല്ലേ? തെറ്റുതിരുത്തലാണ്. പക്ഷെ എന്തോ തെറ്റുതിരുത്തലാണ് അവർ കാണിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞ തീരുമോ? ഇത് പറഞ്ഞ തമിഴ്നാടല്ല, ആന്ധ്രയല്ല, കർണാടക ആന്ധ്രയല്ല, അല്ലെങ്കിൽ മറ്റേ സ്റ്റേറ്റല്ല, കേരളമാണ്.
ഇന്ന് നെല്ലിയാനം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം സാർ, 5 വയസ്സ് മുതലുള്ള പിള്ളേർക്ക് ഇനി പഠിക്കുന്ന ഇത് 90 വയസ്സായ 100 വയസ്സായ ആൾക്കാർ പോലും അറിയാം. എന്തെല്ലാം ഇപ്പൊ എം എം മണി വിളിച്ചു പറഞ്ഞിരിക്കുന്നു, രാജ്യത്തിനെ വെട്ടിക്കൊന്നാൽ അങ്ങനെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുമെന്ന്. ഇങ്ങനെയൊക്കെ എവിടെ മുമ്പ് കിട്ടിയത്? വിഷയമല്ലാതെ പാർട്ടി നേതാക്കളൊക്കെ ഇല്ല, ഞാൻ പറയുന്നത് സാറേ, ഞാൻ പിന്നാലെയാണ് സമയം തരണം പ്ലീസ്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. പക്ഷെ CPM എന്ന പാർട്ടി ചർച്ചയുടെ വിഷയം തന്നെയാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു CPM-ന്റെ ഒരു പഴയകാല CPM-നോട് എപ്പോഴും CPM വിരുദ്ധർക്ക് പോലും ഒരു അനുഭാവമോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഇഷ്ടമോ ഒക്കെ ഉള്ളതാണ്. ആ തരത്തിലേക്ക് നേതാക്കൾ തന്നെ ജനങ്ങളുടെ അടുത്ത് പോകുന്നു. എന്താണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്നുള്ളത് അവരോട് ചോദിക്കുകയും അവർ പറയുന്നതിനെ തർക്കിക്കാതെ നിന്ന് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതുകൊണ്ട് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇവര് തെറ്റ് നമ്മളടുത്ത് വരുന്നു, സംരക്ഷണം നടത്തിയിട്ട് നമ്മോട് ചോദിക്കുന്നു. പക്ഷെ എത്ര ആൾ അതിൽ ഇവരെ പാർട്ടി ചെയ്ത തെറ്റുകൾ എണ്ണി പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് സന്തോഷിന്റെ വീട്ടിൽ വന്നിരുന്നു ആളുകൾ? ഇല്ല, എന്റെ വീട്ടിലൊന്നും വന്നിട്ടില്ല. കാരണം ഇതൊരു പാർട്ടി ഗ്രാമം പോലെയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവിടെ വരൂല അവര്. പാർട്ടി ഗ്രാമം പോലെയുള്ള സ്ഥലമാണെങ്കിൽ എല്ലാ വീടുകളിലും പോകാൻ തീരുമാനിച്ചപ്പോൾ സന്തോഷ് വീട്ടിൽ വന്നില്ല? ഇല്ല, നമ്മുടെ അടുത്തൊന്നും വന്നിട്ടൊന്നുമില്ല. അതെന്ന് വെച്ചാല് കാസർഗോഡ് എവിടെയാണ് താങ്കൾ? ഞാൻ ചെറുത്തൂരാണ്. എവിടെയാണ്? ചെറുവത്തൂർ. ഓക്കെ, പറഞ്ഞു. അപ്പം ഈ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലൊന്നും ഇനിയിപ്പോ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പറയില്ല സാറ്. കാരണം ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയെ അറിയുന്നവർക്കറിയാം. കാരണം അതൊരു സ്കെച്ച് ഇടും അവര്. കാരണം ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി മുതലുള്ളവരാണ് വരുന്നത്. താങ്കൾ പറയുന്നത് ഈ വീട്ടിലൊക്കെ വന്ന് ചോദിച്ചാൽ പോലും ആരും എതിർത്ത് പറയില്ല, ഇവരെയൊക്കെ ഭയന്ന് എന്നാണോ? അതെ, അത് സത്യമാണ് സാർ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരു കാര്യം ഉള്ളതാണ്. കാരണം നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നോട്ടപ്പുള്ളിയായി. ഒരു ഫേസ്ബുക്കില് തന്നെ ഒരു പാർട്ടിക്കെതിരെ കമന്റിട്ട് അവനെ നടുറോട്ടിലിട്ട് പിടിക്കും. അങ്ങനത്തെ ഒരു നാടാണിത്. നിങ്ങൾക്ക് അറിയില്ല. കാരണം തെക്കോട്ടൊക്കെ ഓക്കെയാണ്, അത് പറയും. കാരണം അവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഇവിടെ അതല്ല. ഇവിടുത്തെ പാർട്ടിക്കാരുടെ അക്രമങ്ങൾ കൊണ്ടുള്ള പാർട്ടിയാണ്. നമുക്ക് ഒരിക്കലും ഇവരിപ്പോ കയറി വന്ന് നമ്മൾ എന്ത് പറയും? ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റത്തെ കാസർഗോഡൊക്കെ അങ്ങനെ പറയുന്നത് പോലെ CPM-ന് അങ്ങനെ അത്രത്തോളം ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ കോൺഗ്രസിനും ഒക്കെ കരുത്തുള്ള സ്ഥലം തന്നെയല്ലേ? അവിടെ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള സ്ഥലം കൂടിയല്ലേ അത്? കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറുവത്തൂര്, പിന്നെ ഈ ഏരിയയൊക്കെ ഇവിടെ കോൺഗ്രസിന് എന്ത് സ്വാധീനമാണുള്ളത്? ഈ കയ്യൂർ ചീമേനി പഞ്ചായത്ത് ഒക്കെ അങ്ങനെയൊക്കെ അവിടെയൊക്കെ വരുന്ന സ്വാധീനം തീരെ ഇല്ലാത്തതാണ്. നമുക്ക് ഒരിക്കലും പറയാൻ. പിന്നെ ഇവരെന്ത് തെറ്റാണ് തിരുത്തുന്നത്? വോട്ടിന് വേണ്ടിയല്ലേ വരുന്നത്. നമ്മൾ നന്നാവും എന്ന് വിചാരിച്ചായിരിക്കും വോട്ട് ചെയ്യുന്നത്. പിന്നെ ഇവർ ഈ പഴയ ആവർത്തി തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ കയറി ഇറങ്ങിയതല്ലേ? അഭിപ്രായം വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു തെറ്റുതിരുത്തൽ നടത്തുമ്പോൾ അതിന്റെ ഫലം എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നുണ്ടോ? ആ അർത്ഥത്തിലാണോ പാർട്ടി പ്രവർത്തനം നടപ്പാക്കിയതെന്നുള്ള ചോദ്യം കൂടിയാണ് ഉന്നയിക്കുന്നത്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു തെറ്റുതിരുത്തൽ അത് ഭരണത്തിന്റെ ഏറ്റവും അവസാന ദിവസങ്ങളിലാണ്. പക്ഷേ ആ തെറ്റുതിരുത്തൽ കൊണ്ട് ഒരു നേട്ടം നിയമസഭയിൽ ഉണ്ടാകുമോ? നമസ്കാരം കിരൺ സാർ. നമസ്കാരം. അതായത് സാറേ, പിന്നെ തെറ്റ് തിരുത്തുന്നത് നല്ല. നമ്മളിപ്പം മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുക. അതേപോലെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുന്നത് നല്ലതാ. പിന്നെ അതുകൂടാണ്ട് സാറേ, അവർക്ക് പറ്റിയത് എന്താന്ന് പറഞ്ഞാല് ദീർഘവീക്ഷണം ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അതെടുത്ത് ചാടി. അത് ജനകീയ കോടതിക്ക് പിന്നെ വിട്ടുകൊടുക്കണ്ടേ? ജനകീയ കോടതി അനുകൂലല്ലേ? അപ്പം അതെടുത്ത് ചാടി. അത് നേരെ പാർലമെന്റില് 19 കോൺഗ്രസിലായി. പിന്നെ ഹലോ ശ്രീ സുകുമാരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗൃഹ സന്ദർശന പരിപാടി, അതും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പോകുന്നു, ജനങ്ങളുമായി എന്തെങ്കിലും ഭരണ നേട്ടം വിശദീകരിക്കുകയല്ല, അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു എന്നുള്ളതാണ്. ഏത് പാർട്ടി ചെയ്താലും ആ ഒരു പ്രവർത്തനം നല്ലതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ വൈകിയ വേളയിലുള്ള ഈ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു എതിർപ്പ് മറികടക്കാൻ കഴിയുമോ? കേട്ടില്ല. അത് ഏതായാലും ഭരണം ഇപ്പം തീരാനായി. തീരാനാകുമ്പോ എന്തേലും പോയിട്ട് കാല് പിടിക്കാനൊന്നും വോട്ട് കൊടുക്കൂല ജനങ്ങള്. അതെ, ഇത് തീരാനാകുമ്പോ ഭരണം തീരാൻ വോട്ട് കൊടുക്കൂല. താങ്കൾ പറയുന്നത് വൈകിപ്പോയി, നേരത്തെ ആയിരുന്നു തിരുത്തൽ നടത്തേണ്ട. തീർച്ചയായിട്ടും അതന്നെയല്ലേ, ജനങ്ങളെ സേവിക്കുന്നവരാണെങ്കിൽ ഇതല്ല. ഇപ്പം ഈ ചോട്ടാ നേതാക്കന്മാർ ഇതെല്ലാം പാർട്ടി കളഞ്ഞത് വെറും ചോട്ടാ നേതാക്കന്മാർ അറിയാം ഞങ്ങള്. അത് മാത്രമല്ല, ഇപ്പം ഇന്ന് പയ്യന്നൂർ നടക്കുന്ന സംഭവം എന്താണെന്ന് സാറിന് അറിയോ? പറഞ്ഞോളൂ താങ്കൾ.
അതെ, പയ്യന്നൂര് ആ ഇയാളെ ഇന്ന് പുറത്താക്കേണ്ട പരിപാടി ഇപ്പൊ ഏതാനും മിനിറ്റിനുള്ളിൽ പുറത്താക്കും അയാളാ. ഇത്ര വലിയ നല്ലൊരു നേതാവായാള് അയാൾ എന്താ മോശക്കാരനായി ഇത്രയും കാലം പാർട്ടി ഉണ്ടായിട്ട് അയാൾ സത്യം പറഞ്ഞുകൊണ്ട് അയാളെ പുറത്താക്കരുത്. ഇതാണ് ഈ പാർട്ടിയുടെ അവസ്ഥ. അതാ ഇത് മനസ്സിലാക്കേണ്ട കഴിവ് പാർട്ടിക്ക് ഇല്ലെങ്കിൽ പാർട്ടി ഉപ്പ് വെച്ച നില പോലെയുണ്ടല്ലോ ഇനി അടുത്ത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സുമാൻ്റേത്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗൃഹസന്ദർശന പരിപാടി കൊണ്ട് അതൊരു ഞങ്ങൾക്ക് ചില വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്, ജനങ്ങളാണ് ആത്യന്തികമായ അധികാരികൾ, അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കണം, അങ്ങനെ തിരുത്തലും തയ്യാറാണ് എന്നൊരു സൂചന ജനങ്ങൾക്ക് നൽകാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ? നമസ്കാരം. ഈ ഗൃഹസന്ദർശനം കൊണ്ടൊന്നും ഇനി വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ജനങ്ങളുടെ ഉള്ളില് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണയുണ്ട്. ഇത് കേരളമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് രാഷ്ട്രീയത്തിൽ നല്ല പ്രവൃത്തി പരിചയമുള്ള ചില നേതാക്കന്മാരുടെ വായിൽ നിന്ന് വേണ്ടാത്ത കുറെ വർത്തമാനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നേതാക്കന്മാർ അനാവശ്യമായ പ്രസ്താവനകൾ ഒഴിവാക്കിയാൽ തന്നെ പാർട്ടി ശക്തമാവും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും. അപ്പോൾ വോട്ട് ചെയ്യേണ്ടത് ആർക്കാന്നുള്ളത് അവന്റെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അതാത് വ്യക്തികളാണ്, അല്ല വീട്ടിൽ വന്ന് പറഞ്ഞാലൊന്നും വോട്ട് ചെയ്യണമെന്നില്ല. അത് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളൊക്കെ ഉറച്ചു നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരാൾക്കും ഞങ്ങളെ സ്വാധീനിച്ച് വോട്ട് ചെയ്യിക്കാൻ സാധിക്കില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾ ഒരു പഴയ CPM പ്രവർത്തകനായിരുന്നല്ലോ. ഈ പഴയകാല രീതി അനുസരിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കേട്ട് ജനങ്ങൾ തെറി വിളിച്ചാൽ ആ തെറിയും കേൾക്കാൻ പാർട്ടി പ്രവർത്തകർ ബാധ്യസ്ഥരാണ് എന്ന തരത്തിൽ അവരുമായി തർക്കിക്കാതെ അങ്ങനെ നിരന്തരം അങ്ങനെ ഒരു ജനസമ്പർക്കം നടത്താനുള്ള പരിപാടിയുടെ ഭാഗമായി പ്രധാന നേതാക്കളടക്കം ഈ വീട്ടിൽ പോയി ആളുകളെ കണ്ടത് ഏതെങ്കിലും തരത്തിൽ CPM-ന് ഗുണമാകുമോ? ഒരു ഗുണവുമില്ല. ആ കാലമൊക്കെ പോയി തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് പഞ്ചാഗ്നി വ്യക്തി തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പരിഹാരമാകുമെന്ന് ചോദിച്ചോലെ ഈ തെറ്റ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഇന്നിപ്പോ കണ്ട ഒരു DVAP-കാരന്റെ വാട്സാപ്പിലോട്ട് സന്ദേശം വന്നിരിക്കുന്നത് കിരം വായിച്ചായിരുന്നു. അടൂർ പ്രകാശിനെ സോണിയാഗാന്ധിയെ പറ്റി ഒരു സന്ദേശം വന്നിട്ടുണ്ട്. ചാനലും അതിപ്പോ കാണിച്ചിട്ടുണ്ട്. എന്ത് വൃത്തികേടാ വിളിച്ചു പറയുന്നത്. ഇതൊക്കെ പാടില്ല. രാഷ്ട്രീയ ഭേദമായിക്കോട്ടെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വളർന്നു വരുന്ന തലമുറയല്ലേ. ഞങ്ങളൊക്കെ വളർന്നു വരുന്നത് അങ്ങനെയല്ല. ഞങ്ങളൊക്കെ അമ്മ പെങ്ങന്മാരെ ഒക്കെ കാണുമ്പം വളരെ ബഹുമാനിച്ച് ആണ് ഈ പാർട്ടിയെ വളർത്തിയത്. ഇത് ഇപ്പോഴത്തെ പിള്ളേർ എന്നെ ഈ പറയുന്നത് എന്നെ എടുക്കുന്നത്. അവർക്കും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ല ഇങ്ങനെയൊക്കെ പറയാമോ? കാരണം ഏത് രാഷ്ട്രീയ ഏതും ആയിക്കോട്ടെ. അതുപോലെ ഒരു പാർട്ടിയിലോട്ട് പോയെന്ന് പറഞ്ഞാൽ M.M. മണി പറയുന്ന വർത്താനം കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീട് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ എത്രയും ഭേദം. എനിക്ക് പറയുന്നത്, ഞാൻ പറയുന്നത് ജോസ് കെ മാണിയും വിശ്വനും MAV എത്രയും വേഗം കയറണം. അല്ലെങ്കിൽ പിന്നെ ഓരോ ദിവസം ചെല്ലും തോറും ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ ഉത്തരം പറയേണ്ടി വരും. ഈ പാർട്ടിയിലുള്ള അണികളെ ഇപ്പം നിൽക്കുന്ന അണികളെ പിടിച്ചു നിർത്തി അവരെ ഗുണദോഷിച്ച് നേരെയാക്കണ്ടേ. ഇപ്പൊ കണ്ട കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ ഒരാള് ആ പുള്ളിക്ക് വേണ്ട ഉത്തരം കൊടുത്ത് ആ പുള്ളിയെ പിടിച്ചു നിർത്താൻ കഴിയില്ലാത്ത ആൾക്കാർ ഈ നേതാക്കന്മാർ ഇനിയിപ്പോ വീട്ടിലോട് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ചക്ക 8 മുതൽ ചത്തെന്ന് പറഞ്ഞ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കളുടെ വീട്ടിൽ ഈ CPM ഗൃഹസന്ദർശന പരിപാടിക്കായി നേതാക്കൾ എത്തിയിരുന്നോ? ഇല്ല, ആരും വന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് വരാൻ സാധ്യതയില്ല. അതെന്താണ് ഉമേഷ് താങ്കളുടെ വീട്ടിൽ വരാതിരിക്കുന്നത്? അത് നമ്മളൊരു കോൺഗ്രസ്സുകാരനത് ഇവർക്കറിയാം. വന്നിട്ട് കോൺഗ്രസ്സുകാരനറിയാം, അതുകൊണ്ട് വരാത്താണോ? ശരി, ഓക്കെ. എന്നാലും താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കോൺഗ്രസ്സുകാരും ഇങ്ങനെയൊക്കെ വീട് ഇങ്ങനെ പോകാറുണ്ടോ? ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം. കോൺഗ്രസ്സുകാർ അങ്ങനെ പോകാറില്ല. പക്ഷെ ഞാനിപ്പോ പറയുന്നത് ഇവർ ഈ ഭരണത്തിലേറുമ്പോ പറഞ്ഞ പല കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞ അഴിമതിക്കെതിരെ, സ്ത്രീ സുരക്ഷ, പിന്നെ വിലവർദ്ധനവ്, ഇതിലേതെങ്കിലും ഒന്ന് ഇവർക്ക് ഇതുവരെ നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒന്നും നടപ്പിലാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇതൊന്നൊക്കെ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ ഇന്നലെ തന്നെ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞുള്ള ഒരു സഖാവ് ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിൽ അഴിമതിയെ കുറിച്ച് തൊരാതെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊന്ന് ഇവര് പറയുന്ന പോലെ ശബരിമലയിലുള്ള ഒരു അയ്യപ്പന്റെ പ്രശ്നം മാത്രം, അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി പ്രശ്നം മാത്രമൊന്നുമല്ല. ഇവര് തുടങ്ങിയ കാലം മുതൽ അങ്ങേറ്റം അഴിമതിയും അക്രമം ഈ പയ്യന്നൂർ ഇന്നലെ തന്നെ അതിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ്സുകാരെയും BJP-ക്കാർക്കെതിരെ അക്രമമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ TV ഇപ്പൊ News 18 കാണിക്കുന്ന
പിന്നെ മണിയാശാന്റെ ഇവരൊക്കെ അങ്ങേയറ്റം ജനവിരുദ്ധവും ജനദ്രോഹപരവുമായ സംഗതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഒരു ഗൃഹപ്രവേശനം അല്ല ഗൃഹസന്ദർശനം കൊണ്ടൊന്നും ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇവരെ ഇവിടെ ഉന്മൂലനം ചെയ്യപ്പെടും ഈ പാർട്ടി. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ. ശ്രീ വർഗീസാണ്, പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ വീട്ടിൽ വന്നിരുന്നോ ഈ CPM നേതാക്കൾ ഇങ്ങനെ ഗൃഹസന്ദർശനത്തിന്? അല്ല, എന്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. ഞാൻ അനുഭവം അവർക്ക് തന്നെ അറിയാലോ. പിന്നെ എല്ലാവരുടെയും വീട്ടിൽ പോകാനാണ് തീരുമാനിച്ചത്. ആയിക്കോട്ടെ. അല്ല, ഇവിടെ അങ്ങനെ അടുത്തുള്ളത് അങ്ങനെ ഒരു വന്ന് കണ്ടിട്ടില്ല. താങ്കൾക്കും ഈ സർക്കാരിനെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് തിരുത്തലുകളൊക്കെ നിർദ്ദേശിക്കാൻ കാണില്ലേ? അതും കൂടി കേൾക്കേണ്ടതല്ലേ? അല്ല, ഞാൻ പറയട്ടെ, അത് ഈ UDFന്റെ നേതാക്കള് അവർ മത്സരിച്ചുള്ള നുണപ്രചരണം കൊണ്ട് മാത്രമാണ് ഒരു കാരണം പരാജയപ്പെടാൻ കാരണം. പക്ഷെ ഇവർ ഈ അഴിമതി ആരോപണം പറയും. പക്ഷെ 2 മന്ത്രിമാര് കോൺഗ്രസ് നേതാക്കള് കോടതിയിൽ പോയി. രണ്ടും കോടതിയിൽ നിന്ന് തള്ളപ്പെട്ടു. നമ്മുടെ വിഷയം അതല്ല, അതൊക്കെ ഭരണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാഷ്ട്രീയമായിട്ടുണ്ടാവും. എന്റെ ചോദ്യം അതല്ല ശ്രീ വർഗീസ്. അല്ല വർഗീസ്, ഇത് പറയൂ, ഈ CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് ചില വീഴ്ചകൾ വന്നിട്ടുണ്ടെന്നും ആ വീഴ്ചകൾ ജനങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയാണ് എതിർപ്പുള്ളത് അത് അറിയാൻ വേണ്ടിയാണല്ലോ നേതാക്കൾ തർക്കിക്കരുത്, നിങ്ങൾ അവിടെ പോയി ജനങ്ങൾ പറഞ്ഞ് കേൾക്കണമെന്ന് പറഞ്ഞ നേതാക്കളെ വീടുകളിലേക്ക് വിട്ടത്. അതുകൊണ്ട് ഗുണമുണ്ടാകുമോ എന്നാണ് ചോദ്യം. അല്ല, അത് പറയാം. അതായത് ഈ ഗവൺമെന്റ് മറ്റുള്ള ഗവൺമെന്റുകളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ എന്തും ചെയ്തു എന്ന് ഇവർക്ക് തോന്നൽ വന്നു. അതായത് ഇന്ത്യ രാജ്യത്ത് ഒരുത്തരും കൊടുക്കാത്ത ക്ഷേമ പെൻഷൻ 2000 രൂപ വെച്ച് കൂടും. ഇവരങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തായിട്ട് സ്കൂളൊക്കെ പാഠപുസ്തകം വരെ കൃത്യസമയത്ത് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ ഇവർക്ക് തോന്നി എന്തുകൊണ്ട് തോറ്റു. അപ്പൊ ഇവർക്ക് സ്വയം ചിന്തിച്ച് ജനങ്ങളോട് ചോദിച്ചറിയുന്നതിൽ എന്താണ് തെറ്റെന്താണ്? പെൻഷൻ കൊടുത്തതുകൊണ്ടല്ല വോട്ട് തരണമെന്ന് പറഞ്ഞാൽ ജനത്തിന് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞുതരാം. ഒരു ഗവൺമെന്റിന്റെ കടമ എന്താണോ അത് ഇവർ ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ കാരണം. അതിനു മുമ്പുള്ള ജനങ്ങൾക്ക് തോന്നണ്ടേ ശ്രീ വർഗീസ്? ജനങ്ങൾക്ക് അത് തോന്നാത്തത് കൊണ്ടല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടത്? ഇപ്പൊ തന്നെ ഇവരെ വിളിച്ച ആളുകൾ തന്നെ പറയുന്നു, നോക്ക്, ഇവരുടെ അഴിമതി എന്താണെന്ന് പറയില്ല. അപ്പോൾ ഇവര് ഇങ്ങനെ നുണപ്രചരണം മാത്രമാണ്. അതുകൊണ്ടാണ് വർഗീസ്, നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, അത്തരം ഒരു രാഷ്ട്രീയമല്ല. അത്തരം വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഈ ഗൃഹസന്ദർശനത്തെ കുറിച്ച് താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ വീട് കയറി നമ്മൾ ഇത്ര കാര്യങ്ങൾ അവരെ കുറിച്ച് അവരുടെ പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അത് തെറ്റാന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഗവൺമെന്റിനെതിരായി തിരിയാൻ കാരണം എന്ന് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അത് ചോദിക്കുന്ന നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല കാര്യമാണെന്ന് പറഞ്ഞ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ജനങ്ങൾക്ക് എന്താണ് അങ്ങനെ ജനങ്ങൾ തിരിയാൻ കാരണം എന്താണ്? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. UDFന്റെ ശക്തമായ നുണപ്രചരണമാണ്. അപ്പൊ അതിനെ അതിജീവിക്കാനുള്ള സംവിധാനമൊന്നും കേരളത്തിലെ CPMനില്ലേ? പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഈ 10 വർഷമായാലും ഇവര് അധികാരത്തിൽ കയറിയിട്ട് അപ്പൊ ആ പഴയ ചെയ്തികളൊക്കെ പതുക്കെ ഒന്നും മറന്നുപോയി. അതാണ്. പിന്നെ ഇടതുപക്ഷം ഈ അധികാരം കിട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വോട്ട് കിട്ടുന്നതിൽ ഇവർ പാർട്ടി കുറച്ച് പ്രവർത്തനം കുറവായിരുന്നു. ശരി, ഓക്കെ. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കളുടെ വീട്ടിലെത്തിയിരുന്നോ ഈ നേതാക്കൾ ഗൃഹസന്ദർശന പരിപാടിക്ക്? ഇല്ല സാർ, ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും വീടിന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഗൃഹസന്ദർശന പരിപാടി നടത്തിയതായിട്ട് എന്റെ അറിവിലും ശ്രദ്ധയിലില്ല. ശരി, ഓക്കെ. എന്നാലും താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗൃഹസന്ദർശനം കൊണ്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് ഒരു തിരുത്തലിനുള്ള സമയമൊക്കെ ഇനി ഉണ്ടോ? എന്നെ സംബന്ധിച്ച് ഒരു വ്യത്യസ്ത ആംഗിളിലാണ് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ പറയുന്നത് കേൾക്കാനല്ല നേതാക്കന്മാർ വരേണ്ടത്. നേതാക്കന്മാർ പറയുന്നത് കേൾക്കാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഈ വർഷക്കാലം ഇത്രയും കാലം ഭരിച്ചിട്ട് ഞങ്ങൾക്ക് വല്ല തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് സ്വയം തിരുത്തി സ്വയം കണ്ടുപിടിച്ച് അത് ജനങ്ങളോട് പറയണം. ഇന്ന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അതിന്റെ പേരിൽ അതിന്റെ പോരായ്മകൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ മാത്രം ഈ സർക്കാർ 100 സീറ്റ് നേടി വിജയിക്കുന്ന പക്ഷം എനിക്കുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഒരു 3-4 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ ഗവൺമെന്റിനെ ഉപദേശിക്കുന്നവരിൽ ചിലരെങ്കിലും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ആരെങ്കിലും വല്ല ശത്രുക്കൾ കയറി ഇവിടെ മുൻപന്തിയിൽ ഇരിപ്പുണ്ടാവാവോ ദൈവമേ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തെറ്റായിട്ടാണ് നടപ്പിലാക്കണേ. എന്നിട്ട് അതിനെ സെക്രട്ടേറിയറ്റോ ഒരു തലത്തിലും ഒരു മനുഷ്യ കുഞ്ഞ് ചോദ്യം ചെയ്യണില്ല. അതാണ് ഈ ഒരു വിഷയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ 3 കാര്യം ഞാൻ ഉദാഹരണം പറയാം. ഒന്ന്, നമ്മുടെ ചെടിച്ചട്ടിയുടെ വിഷയത്തിൽ വേണമെങ്കിൽ പറയാമായിരുന്നു. അതൊന്നും പാർട്ടിക്കാർ കൈകാര്യം ചെയ്യേണ്ട, നമ്മൾ ശമ്പളം കൊടുത്ത് ഇവിടെ യൂണിഫോമും കൊടുത്ത് ഇവിടെ ആളുകളെ നിർത്തിയിട്ടുണ്ട്, അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടായാനെ. അപ്പൊ ആ ഒരു കാര്യം. അതുപോലെ ശബരിമല വിഷയത്തിൽ തെറ്റുപറ്റിപ്പോയി, ഒരു ചെറിയ തെറ്റുപറ്റി. ഇനി അത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കില്ല. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ് അന്തിപ്പാതിര നേരത്ത് തടഞ്ഞു നിർത്തിയതിൽ ഒരൊറ്റ കുഞ്ചും ഇന്നേ വരെ അത് തെറ്റായി പോയി എന്ന് പറഞ്ഞതായിട്ട് ഞാൻ എന്റെ അറിവിലില്ല.
എന്തുകൊണ്ടാണ് അത് തോന്നാത്തത്? അതിപ്പോൾ കേസും കോടതിയായിട്ട് നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കാവുന്ന ചെറിയ വിഷയമല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നേതാക്കന്മാരുടെ നിലപാടാണ് ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ജനങ്ങളുടെ നിലപാട് ശ്രദ്ധിക്കാനായിട്ട് നേതാക്കന്മാർ വരുന്നതിലും ഭേദം നേതാക്കന്മാരുടെ നിലപാട് ജനങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു. അതൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ വരുന്നു, ടി വിയിൽ വരും, ജനങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ജനങ്ങൾ വോട്ടും ചെയ്യും, സർക്കാർ പ്രസിഡന്റിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അദ്ദേഹം പഠിച്ചു തന്നെ പറയുന്ന അഭിപ്രായം തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ വിജയകുമാറാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗൃഹസന്ദർശന പരിപാടി കൊണ്ട് അത് CPM-ൻ്റെ ഉള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ജനങ്ങൾക്കെങ്കിലുമുള്ള എതിർപ്പ് അത് കുറഞ്ഞ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? സാറ് നമസ്കാരം, ഞാനൊരു പുതിയ പ്രേക്ഷകനാണ്, കൊല്ലം ബാരിപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ഇനിയും സ്ഥിരമായി വിളിക്കൂ. വിളിക്കാം. എന്ത് ചെയ്യുന്നു ശ്രീ വിജയകുമാർ? ഞാനൊരു അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തതാണ്, IT-യിൽ നിന്ന് അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തതാണ്. ശരി, ഏത് IT-യിലായിരുന്നു? ഞാൻ SM ട്രസ്റ്റിന്റെ IT കൊട്ടിയം, അവിടെ ഗ്രൂപ്പ് ഇൻസ്പെക്ടറായിട്ടൊക്കെ റിട്ടയർ ചെയ്തതാണ്. ശരി, പറഞ്ഞു. പിന്നെ ഇതിന് വിഷയത്തെ കുറിച്ച് പറയുമ്പോഴും സാറേ, എന്റെ വീട്ടിലെ ഗൃഹസന്ദർശനത്തിനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട 3-4 നേതാക്കന്മാർ വന്നിരുന്നു. എന്നിട്ട് താങ്കൾ എന്താണ് പറഞ്ഞത് അവരോട്? ഞാന് ഒന്ന് പറഞ്ഞതെന്ന് പറയുന്നത്, പിന്നെ ഈ ക്ഷേമ പെൻഷനെ കുറിച്ച്. അപ്പൊ ആ വന്ന കൂട്ടത്തിൽ തന്നെ ഒരു ബാങ്ക് മാനേജർ ഉണ്ട്, സഹകരണ ബാങ്കിന്റെ 7 ശാഖ ഉള്ള ഒരു മാനേജർ ഉണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വരെ ഈ 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. പറഞ്ഞോളൂ. അപ്പൊ ആ രീതിയിലുള്ള അപ്പൊ ക്ഷേമ പെൻഷനൊക്കെ വളരെ കാര്യമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. പിന്നെ ഞാനൊരു പരാതി പറഞ്ഞെന്ന് പറയുന്നത്, ഒരു ഏറ്റവും വലിയ കസേരയിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു നവകേരള സദസ്സുമായിട്ട് പോയ അവസരത്തിൽ ഒത്തിരി റോഡിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടായി. അതൊക്കെ വളരെ ക്രൂരമായിട്ടാണ് ഫേസ് ചെയ്തത്. അപ്പൊ അത് പിന്നൊരു അവസരത്തിൽ പറഞ്ഞത് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, അത് രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ കാര്യം ചോദിച്ചു. അങ്ങനെ ശരിയല്ല എന്നുള്ള കള്ളമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താമോ എന്ന് ചോദിച്ചു. അപ്പൊ അത് രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ നടത്തിയെന്നാണ് അവർ പറഞ്ഞത്. ശരി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു കാരണവശാലും അതിനൊരു മാറ്റം വരത്തില്ല, പിന്നെ 3-ാം ഘട്ടം കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഞാൻ അവരടുത്ത് പറഞ്ഞ് നിർത്തിയത്. ശരി, ഓക്കെ. ശ്രീ വിജയകുമാറായിരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയനാണ്, കൊല്ലത്ത് നിന്ന് തന്നെയാണ്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ വീട്ടിലും വന്നിരുന്നോ ഗൃഹസന്ദർശനത്തിനായി? എന്നിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെയൊക്കെ ഒരു പരിപാടി നടത്തിയത് കൊണ്ട് ഗുണമുണ്ടാകുമോ? ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല, വരാൻ സാധ്യത കുറവാ. അതെന്താണ്? ഞാൻ വേറൊരു പ്രസ്ഥാനത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ഏത് പാർട്ടിക്കാരനാണ്? ഞാൻ BJP-കാരനാണ്, സംഘ പരിവാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഇതെല്ലാം പറയുന്നെങ്കിൽ സാറേ, ഇത് ഇവർക്ക് ഒരു കാരണവശാലും ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടാനെന്നല്ല, ഇനി ഉള്ള വോട്ടും കൂടെ പോകത്തേ ഉള്ളൂ. ഇവരിറങ്ങി വീട് ഗൃഹസമ്പർക്കം നടത്തി കഴിഞ്ഞാൽ ഈ ഗൃഹസമ്പർക്കമൊക്കെ ഇപ്പൊ ഇവർക്ക് വന്നിട്ട് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാളെ ഉള്ളൂ. ഇങ്ങനെ വരാൻ തന്നെ കാരണം അവരുടെ ഭരണത്തിന്റെ ആ മോശം ശൈലി കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരിറങ്ങേണ്ടി വന്നത് തന്നെ. പിന്നെ അവര് ഒന്ന് പണ്ടൊക്കെ ഇത് പാർട്ടി സ്ഥിരമായി ചെയ്തിരുന്നതാണ്, പിന്നീടാണ് അത്തരം പ്രവണതകളിൽ നിന്ന് ചില കുറവുകളൊക്കെ ഉണ്ടായത്. അല്ലാതെ അവര് ചെയ്തോണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവര് ഇപ്പൊ ഈ പറഞ്ഞ കണക്കാണ് നവകേരള യാത്രയൊക്കെ നടത്തിയപ്പോൾ അവർക്ക് അന്നുണ്ടായ അനുഭവങ്ങളോ അതൊക്കെ ഒന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ അവര് വലിയ ബുദ്ധിമുട്ട്. എത്ര വലിയ ബുദ്ധിജീവികളായാലും നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെ നമ്മള് സംസാരിക്കുന്നുണ്ടെ അവർക്ക് അതൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകാനൊക്കെ എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ അടിക്കുന്ന ഒരു ഇദ്ദേഹത്തിന്റെ ഗൺമാൻ വന്ന് അടിച്ചാലേ അത് അടിയാകൂ എന്നുള്ള രീതിയിൽ പാമ്പിനെ തല്ലുന്ന കണക്ക് ഒരു പയ്യനെ ഇട്ടങ്ങ് തല്ലുക, അവരെയൊക്കെ പെൻഷൻ പോലും കൊടുക്കാതെ പിരിച്ചു വിടേണ്ടെന്ന ഇതൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും വിശദീകരിച്ച് ഒരു കാര്യവും ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നില്ല. അവരുടെ കാര്യം അതോടും. ശരി, ശ്രീ ജിൽസൺ ആണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജിൽസൺ, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഈ ഗൃഹ സന്ദർശന പരിപാടി കൊണ്ട് ഒരു ഗുണം CPM-നുണ്ടാകുമോ? CPM-ന് ചെറിയൊരു നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
പിന്നെ ഇപ്പം നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടല്ലോ, ഇപ്പൊ വെൽഫെയർ പാർട്ടി ബന്ധം വിച്ഛേദിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പോടെ. അപ്പൊ തെറ്റുകൾ എല്ലാവരും തിരുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് CPM തെറ്റ് തിരുത്തി ഇപ്പം എല്ലാ ചാനലുകളിലും മൊത്തം വാർത്ത ഈ ശബരിമല വിഷയമാണല്ലോ. അപ്പോൾ അത് കൂടുതൽ കവർ ചെയ്യാത്തത് എനിക്ക് തോന്നുന്നത് മറ്റുള്ള വിഷയങ്ങളിലേക്കും കടക്കുന്നത് ന്യൂസ് 18 ചാനൽ മാത്രമാണ്. ബാക്കി എല്ലാവരും അത് മാത്രമാണ്. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മാത്രമല്ലല്ലോ വിഷയം, ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്. അപ്പൊ എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ജനങ്ങളുടെ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുക, അതും അതിന്റെ ഭാഗത്ത് കൂടെ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും അത് വലിയ വിഷയം തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് CPM അങ്ങനെ തീർത്തും ആർക്കും തള്ളിക്കളയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM ഒരു നല്ലൊരു പോരാട്ടം തന്നെയായിരിക്കും ഇപ്രാവശ്യം. പക്ഷെ അതിൽ നിന്ന് വിജയത്തിലേക്ക് എത്തി വീണ്ടും ഒരു തുടർ ഭരണത്തിന് സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. അത്രയേ ഉള്ളൂ സാർ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഗൃഹസന്ദർശന പരിപാടി, അതും പ്രധാനപ്പെട്ട നേതാക്കൾ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുതലുള്ള നേതാക്കളൊക്കെയാണ് പങ്കെടുത്തത്. അത് ഒരു തെറ്റുതിരുത്തലായി കണ്ട് ജനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരം കിരൺ സാർ, നമസ്കാരം. എന്തായാലും അവർ തെറ്റ് തിരുത്താൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പ്രഹസനമായിട്ടേ തോന്നുള്ളൂ. തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീട് കയറിയാലും നമ്മുടെ എവിടെയും തുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഈ നാട്ടിൽ ഈ പ്രദേശത്തൊന്നും തുടങ്ങിയിട്ടില്ല. ടൗണിൽ മാത്രമേ ഉണ്ടാവും. ഞാൻ കുറച്ച് ഗ്രാമപ്രദേശത്തുള്ള ഒരാളാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്കും വരുമായിരിക്കും. ഞാൻ BJP കാരനാണ്. എങ്കിലും എന്റെ വീട്ടിലേക്ക് വരാണ്ടിരിക്കില്ല. ഞങ്ങൾ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് രണ്ട് ചേരിയിലാണെന്ന് വെച്ചാലും ഒരേ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്റെ വീട്ടിലും വരാണ്ടിരിക്കാൻ പോകുന്നില്ല. വരാണ്ടിരിക്കാൻ സാധിക്കില്ല അവർക്ക്. പക്ഷെ വന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അവര് തെറ്റ് തിരുത്താൻ വേണ്ടി വരികയാണെന്നുള്ള ധാരണ എനിക്കില്ല. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെ തെറ്റ് തിരുത്താണെങ്കിൽ ഒരുപാട് തെറ്റുകൾ തിരുത്തി പോകേണ്ടതല്ലേ. ഇപ്പൊ മറ്റേ ഒരു ഇടുക്കിയിലെ നമ്മുടെ രാജേന്ദ്രൻ സാറ് BJPയിലേക്ക് ചേർന്നു പറഞ്ഞോടുകൂടി മണിയാശാന് കലിയിളക്കി മണിയാശാന്റെ പ്രസംഗം കിരൺ സാർ കേട്ടു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ളത് മറ്റേ എല്ലാവർക്കും അധികാരമില്ലേ. ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പോവാം, ഏത് പാർട്ടിക്ക് വേണമെങ്കിലും ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കാം. അപ്പൊ CPM ഒന്ന് വിട്ടോട് കൂടിയിട്ട് അയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതാ നമ്മുടെ ന്യൂസ് 18 ചാനലിന്റെ ചോട്ടിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നുണയുള്ള വഴിയില്ലല്ലോ. സഖാക്കൾ രാജേന്ദ്രനെ കൈകാര്യം ചെയ്യുക, ആഹ്വാനം ചെയ്യാണ്. ഇവർ തെറ്റിദ്ധരുത്താനുള്ള പരിപാടിയാ. ഇപ്പൊ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരാൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഒരാൾ അയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോസ്റ്റർ ഒട്ടി കാണാണ്ട് TV കണ്ടു. ഞാൻ ഇന്നലെ കണ്ടു. അയാൾ സത്യം വിളിച്ച് പറഞ്ഞാണ് കാര്യം. പാർട്ടി ഫണ്ട് തട്ടിച്ചു, പാർട്ടി MLA ഫണ്ട് തട്ടിച്ചു പറഞ്ഞ MLAയുടെ ഗുണ്ടകൾ വന്ന് എന്നെ ആക്രമിക്കാൻ വന്നു എന്നാണ് മൂപ്പര് പറഞ്ഞത്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ പാർട്ടി മെമ്പറാ, ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പൊ ഇവര് എന്തെന്നെ വീടുകളിലൊക്കെ കയറിയിട്ട് ഇപ്പൊ MA ബേബി സാറിനെയൊക്കെ കാണിക്കുന്നുണ്ട് TV. നമ്മൾ TV ന്യൂസ് 18 കാണുന്ന MA ബേബി സാറും മറ്റവരൊക്കെ വരുന്നുണ്ട്. നല്ല മനുഷ്യനാണ്, ഇല്ല പറയുന്നില്ല. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. ഒരു കാരണവശാലും അത് തെറ്റിത്തിരുത്താൻ വേണ്ടിയിട്ടുള്ള CPMന്റെ ഇതാണെന്ന് തോന്നുന്നില്ല. ഇടുക്കിയിൽ നിന്ന് പ്രദീപാണ്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് അഭിപ്രായം ഇങ്ങനെ ഒരു വീടുകളിലേക്ക് നേതാക്കൾ എത്തി ജനങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുന്നതിനെ കുറിച്ച്? അവര് വരുന്നവർക്ക് 2 ദിവസം പാത്രം കയറാണ്ട് നോക്കിയിരുന്നു. അതൊരു മോശപ്പെട്ട കാര്യമാണോ ശ്രീ പ്രദീപ്? ഭക്ഷണം കഴിച്ച പാത്രം അയാൾ തന്നെ. ഒരു മിനിറ്റ് പ്രദീപ്. ശ്രീ പ്രദീപ്, താങ്കൾ നേരത്തെ ആലോചിക്കണായിരുന്നു. പാത്രം കൈ കൊടുത്തിട്ടാണ് ആലോചിക്കണേ. എങ്ങനെയാണ് നേരത്തെ ആലോചിക്കണ്ടേ? ഇവിടെ ഞാൻ കുറച്ചപ്പുറത്തെ വീട്ടിൽ ചോദിച്ചപ്പോ അവിടെ അവർ വന്നതിന് മുമ്പ് ആളടച്ചിട്ട് പോവാ. വന്നതിന് മുമ്പ് ശ്രീ പ്രദീപ് അതല്ല ചോദിച്ചത്. താങ്കളുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ പാത്രം കഴിയില്ലേ? ഞാൻ എന്നിട്ട് മൊബൈലിലിട്ട് ആൾക്കാരെ കാണിക്കണം. എന്താ ചെയ്യും? ഇപ്പതാ അത് നമ്മൾ മൊബൈലിൽ കൂടെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന പുരുഷന്മാർ ഇപ്പോഴും വീട്ടിൽ പഴിച്ച പാത്രം കഴുകുന്നത് എന്തോ ഒരു നാണക്കേടാണെന്നൊക്കെ കരുതുന്ന ആൾക്കാരുള്ള ഒരു നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് താൻ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം കഴുകി വെക്കുന്നത് കാണുമ്പോൾ അത് മൊബൈൽ ചിത്രീകരിച്ച് നാട്ടിൽ പ്രചരിപ്പിക്കില്ലേ? എല്ലാം പ്രചരിപ്പിക്കും. ഇത് പ്രചാരണം എല്ലാ വീട്ടിൽ നടക്കുന്ന സംഭവം. കേരളത്തിലെ പുരുഷന്മാരെല്ലാവരും വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ പാത്രം കഴുകി വെക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പുരുഷന്മാർ. താങ്കൾ അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നു തുടക്കം മുതലേ? പാത്രം ഇന്നലെ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അന്നേരം കഴുകാൻ. എന്തിനാ ഒരാൾ കഴിക്കുന്ന പാത്രമല്ലേ അവർ കഴുകേണ്ടത്? അല്ല, ഒരാൾ പാത്രം കഴിക്കുന്നതിനെ നല്ലതായി കാണാൻ, അതിനെ അനുകരണീയമായ ഒരു മാതൃകയെ കാണാൻ വീട്ടിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അതിനെ കളിയാക്കുന്നതാണോ ചെയ്യുക? ഞാൻ പറഞ്ഞ ഏത് സമയമായിക്കോട്ടെ താങ്കൾ ഈ പാത്രം കഴിയുന്നതിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം മോശപ്പെട്ട അഭിപ്രായമാണ്.
താങ്കളുടെ വീട്ടിൽ തന്നെ താങ്കൾ സ്ത്രീകളോട് ചോദിക്കുക, അങ്ങനെ ഒരാൾ തിന്ന പാത്രം കഴിയുന്നത് തിന്ന പാത്രം കഴിയുക മാത്രമല്ല പാചകമടക്കെല്ലാം ഉത്തരവാദിത്വമുള്ളവരാണ് ആളുകൾ. വീട് അടച്ചിട്ട് പോവാ. ഏതാളുകളാണ് വീട് അടച്ചിട്ട് പോയത്? പല വീട്ടുകാരും. ഞാൻ പല വീട്ടിൽ അത് ഏത് വീട്ടുകാരാണ്? ഞങ്ങളാരും ഇതുവരെ അറിഞ്ഞില്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാക്കൾ വീട്ടിലേക്ക് വന്നാൽ അതിന് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ അങ്ങനെ വീട് അടച്ചിട്ട് പോകാൻ മാത്രം മോശപ്പെട്ട ആൾക്കാരൊന്നുമില്ല മലയാളികൾ. നേതാക്കൾ അതിപ്പോ രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടല്ലോ. രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്ത ആളുകളാണ് എന്ന് കരുതി നമ്മുടെ വീട്ടിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ മാത്രമാണോ വരുന്നത്? എല്ലാ വീടുകളിലും വോട്ട് ചോദിച്ചു വരുന്നത് എല്ലാ പാർട്ടിക്കാരും വരില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും വീട് അടച്ചില്ല? എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, താല്പര്യമില്ലാത്തവർ കാണുമായിരിക്കും. പക്ഷെ താങ്കളുടെ അഭിപ്രായം ഈ പാത്രം കഴുകുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം മോശപ്പെട്ടാണെന്ന് പറയാതിരിക്കായിരുന്നു. ഇതിന്റെ അടിയിൽ തന്നെ ഓരോ കമന്റുകളുണ്ട്. കമന്റ് ഒരുപാട് പേരില്ലേ ഈ നാട്ടിൽ? ഊരക്കെട്ട ഒരുപാട് ആളുകളില്ലേ ഈ നാട്ടിൽ? ഇപ്പോഴും ആണധികാരത്തിന്റെ കുങ്കും നിൽക്കുന്ന ഒരുപാട് ആളുകളില്ലേ ഈ നാട്ടിൽ? വർഗീയത പറയുന്ന ഒരുപാട് ആളുകളില്ലേ? അവരൊക്കെ അങ്ങനെയൊക്കെ കമന്റ് ചെയ്യും. ഇങ്ങനെ പാത്രം കഴിയാൻ നിന്നോണ്ടാ കളിയാക്കിയത്. നല്ല രീതിയിലാണെങ്കിൽ പാത്രം കഴിയാൻ കുഴപ്പമില്ലായിരുന്നു, അതിന് ഒരു കുഴപ്പമില്ല. പാത്രം കഴുകുവോ തുണി കഴുകുവോ എന്തായാലും കുഴപ്പമില്ല. ശരി, ഓക്കെ. ഇത് ഇവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയിട്ടേ. ശരി, ഓക്കെ. ശരി. ശ്രീ രാധാകൃഷ്ണനാണ് പാലക്കാട് നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ CPM-ന്റെ ഗൃഹ സന്ദർശന പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായം? ഈ വൈകിയ വേളയിൽ നടത്തിയ ഗൃഹ സന്ദർശനം കൊണ്ട് ആ പാർട്ടിക്ക് നേട്ടമുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഗുഡ് ഈവനിങ് മിസ്റ്റർ വിനു. ഈ പരിപാടി അവർ നടത്തിയതിലെ പല തെറ്റുകളും അവർക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ നമുക്ക് ശബരിമല വിഷയമാണെങ്കിലും പലരും അവരുടെ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. എന്നാൽ ഒരാളെ അവർ ഇതുവരെ പാർട്ടിയിൽ നിന്ന് എടുത്ത് പുറത്തു കളഞ്ഞോ? ഇല്ല. ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് തന്നെ അറിയാം പല കാര്യങ്ങളും അവർ ചെയ്തതിൽ തെറ്റ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ഒരു ശ്രമം നടത്തുന്നു. അതിൽ എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല. പിന്നെ ബാക്കി ആളുകളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ കണ്ടില്ലേ, ഒരാള് ഇടുക്കിയിൽ അങ്ങേര് BJP ചേർന്നു എന്ന് പറഞ്ഞ ഒരു സഖാവ് മണി ആശാൻ എന്തല്ല പറഞ്ഞ തല്ലിക്കൊല്ലണം. എന്തുകൊണ്ട് അങ്ങേരെ ഒന്ന് കൺട്രോൾ ചെയ്തൂടെ? ഇൻക്ലൂഡിങ് മിസ്റ്റർ ബേബി എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെല്ലാം ഒന്ന് താക്കീത് ചെയ്തൂടെ? ഇതൊന്നും ചെയ്യില്ല. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കുഞ്ഞികൃഷ്ണന്റെ കാര്യം അതും അറിയാം. അങ്ങേരെ ഓഡിറ്റ് ചെയ്ത് എല്ലാ തട്ടിപ്പും വെളിയിൽ വന്നു. എന്നിട്ട് എന്താ അങ്ങേരെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞു? ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. മൂന്നാം ഭരണം LDF-ന് ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. അതാണ് എന്റെ അഭിപ്രായം. കാരണം എസ്പെഷ്യലി പാലക്കാട്ടെ ഏറ്റവും വലിയ പഞ്ചായത്താണ് പ്രായിരി. ഞാൻ പ്രായിരി പഞ്ചായത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവിടെയും ഇങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും അവർക്ക് വോട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ വീട്ടിൽ പോയി ഉള്ള തെറ്റുകൾ പറയണേലും ഭേദം അവർക്ക് ഈ ആളുകളെല്ലാം ആദ്യമേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തു, സ്വർണ്ണക്കള്ളത്തിൽ ഇത്രയും പേര് അകത്ത് കിടക്കുകയാണ്, മറ്റേ മണിയാശാനുണ്ട്, മറ്റവരുണ്ട്, അതൊന്നും ചെയ്യാതെ ഇങ്ങനെ വീട്ടിൽ പോയി കുറെ ആളുകളെ കാണുക, കാപ്പ് കുടിക്കുക, അതിനെല്ലാം തെറ്റായൊന്നും എനിക്ക് തോന്നുന്നില്ല. ബാക്കി ആളുകളുടെ കയ്യിലാണ് വോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. പക്ഷെ മൂന്നാം ഭരണം ഒരു കാരണവശാലും LDF-ന് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സോമദാസ് ആണ് കോട്ടയത്ത് നിന്നാണ്. ശ്രീ സോമദാസ്, താങ്കൾ ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. തെറ്റ്, കൊള്ളാം, മോഷണം, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, മൊത്തത്തിൽ തട്ടിപ്പ് എന്നാണ് പ്രമോദ് നാണു പറയുന്നത്. ജയകുമാർ പറയുന്നത് കൊള്ളരുതായ്മയും കൊള്ളയും കൊലയും നടത്തി വീട് കയറി ന്യായീകരിക്കാൻ ആളുകൾക്ക് ഒരു നാണവുമില്ലേ എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ രഘുനന്ദനൻ പറയുന്നു, ഗൃഹസന്ദർശനത്തെക്കാളും ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാതിരിക്കണം, പ്രതിപക്ഷത്തിൻ്റെ കയ്യിലടിക്കാൻ വടി കൊടുക്കരുത് എന്നാണ് രഘുനന്ദനൻ തിരുവുല്ലാമരം പറയുന്നത്. സുധീർ SS പറയുന്നു, വീടുകൾ കയറാൻ നിൽക്കാതെ ഒന്നിച്ചിറങ്ങിപ്പോയാൽ മതി, നശിച്ച ഭരണം സഹിക്കാൻ വയ്യ എന്നൊക്കെയാണ് സുധീറിൻ്റെ അഭിപ്രായം. മോൻസക്ക്, വീട് കയറി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായുന്നതിൽ തെറ്റില്ല, വോട്ടിന് വേണ്ടി മാത്രമല്ല ഗൃഹസന്ദർശനം, എൻ്റെ വീട്ടിൽ വന്നാൽ കാര്യങ്ങൾ പറയാമായിരുന്നു എന്നൊക്കെയാണ് മോൻസക്ക് പറയുന്നത്. മോഹനൻ പറയുന്നു, അബ്ദുൽ ഹമീദ് ഖാൻ, ഇവിടെ ജനങ്ങൾക്ക് മേലേൽപ്പിച്ച ഭാരം ഓരോ നികുതികളിലായി ഉണ്ടായത് പരിശോധിച്ചാൽ അറിയാം എന്ന് പറയുന്നു. ശശിധരൻ പറയുന്നു, ജനങ്ങളുടെ വിഷയം ചർച്ച ചെയ്താൽ എന്ത് പ്രയോജനം? ജനങ്ങളുടെ വിഷയം ചർച്ച ചെയ്താൽ എന്ത് പ്രയോജനം എന്ന് അതെനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്.
AK കൃഷ്ണൻകുട്ടി പറയുന്നു, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ഗൃഹസന്ദർശനം നടത്തുന്നതിൽ അപാകത തീരെയില്ല എന്ന് പറയുന്നു. മുരളീധരൻ നായർ പറയുന്നു, ഒരാൾ അഭിപ്രായം പറയുമ്പോൾ കയർക്കുന്നത് വീട്ടിലെ പാത്രം കഴുകുന്നതിനേക്കാൾ ഹീനമാണ് എന്ന് മുരളീധരൻ നായർ പറയുന്നു. ശ്രീ മുരളീധരൻ നായർ, താങ്കൾ നിരന്തരം ഇങ്ങനെ അഭിപ്രായം പറയുന്ന ഈ തരത്തിൽ പറയുന്ന ആളാണ്. പാത്രം കഴുകുന്നത് ഒരു മോശപ്പെട്ട MA ബേബി വീട്ടിൽ വന്ന് പാത്രം കഴുകിയത് ഒരു മോശപ്പെട്ടതായി പറഞ്ഞാൽ അതിനെ തീർച്ചയായും എതിർക്കും. അത് MA ബേബി അല്ല, കേരളത്തിലെ ഏത് നേതാവ് ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാലും പാത്രം കഴുകുന്നുണ്ടെങ്കിൽ അതൊരു മാതൃകാപരമായ തീരുമാനം തന്നെയാണ്. അങ്ങനെയൊക്കെ പറയുന്ന വിവരക്കേടിനെ ആ തരത്തിൽ തന്നെ ചില ഘട്ടത്തിലൊക്കെ എതിർക്കേണ്ടി വരും. എല്ലാം കേട്ടുകൊണ്ടിരിക്കാനും കഴിയില്ല. ശ്രീ ജയകുമാർ, നമസ്കാരം. മുകളിൽ കാണുന്ന ജയകുമാർ ഞാനല്ല എന്ന് ജയകുമാർ SS4C എന്തായാലും പറയുന്നു. ശ്രീ സോമദാസ് ആണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സോമദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗൃഹ സന്ദർശന പരിപാടി കൊണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ബോധ്യപ്പെട്ടു എന്നൊക്കെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ശരിയാണോ? അല്ല, എനിക്ക് ഞാൻ എക്സ് മിലിറ്ററിക്കാരാണ്. കേട്ടില്ല. എക്സ് മിലിറ്ററി ആയിരുന്നു എക്സ് മിലിറ്ററി ആണ്. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ 50 വർഷം കൊണ്ട് CPM ആളായിരുന്നു. CPM വോട്ടുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ 2 വർഷം കൊണ്ട് മാറിയിരിക്കുന്നത്. മാറുന്ന വെച്ചാൽ എനിക്ക് മനസ്സും എടുത്ത് മാറിയിരിക്കുകയാണ് CPM. അതെന്താണ്? എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്നാമത് ഈ ശബരിമല കേസ് പോലെ അന്നും പോലെ എന്റെ മനസ്സ് മാറുന്നതാണ്. ഞാൻ അത്ര എടുത്തതാണല്ലേ കേട്ടോ. സാറേ, ശബരിമല കേസ് തുടങ്ങില്ല. പെണ്ണുങ്ങളെ കയറ്റിയ 2 മുறை എനിക്ക് മനസ്സ് മാറുന്നത്. അതായത് വന്ന് പ്രശ്നം മുഴുവൻ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പം ബാക്കിയുള്ള അടിച്ച് താത്തോണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. അതെ, ഇതുപോലെ എനിക്ക് വലിയ പ്രദേശമില്ല. ഞാൻ വീട് കിട്ടുന്ന പ്രദേശമില്ല കേട്ടോ സാറേ. ശരി സോമദാസ്. രാഹുലാണ് കൊല്ലത്ത് നിന്നാണ്. ശ്രീ രാഹുൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പാർട്ടി അതിൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആ വീഴ്ചകൾ ജനങ്ങളിൽ നിന്ന് അറിയണമെന്ന് തീരുമാനിക്കുകയും വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത് ആ പാർട്ടിക്ക് എത്രത്തോളം ഗുണമുണ്ടാവാൻ സാധ്യതയുണ്ട്? ഒന്നാമത്തെ കാര്യം, ഇതിപ്പം ഭരണം അവസാനിക്കുന്ന സമയമാണ്, അവർ വോട്ടിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും അത് നല്ലൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. ഗൃഹസന്ദർശനവും നാട്ടുകാരെ കാണുന്നതും അവരുമായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. CPM ഇപ്പോഴല്ല ഇതൊന്നും ചെയ്യേണ്ടിരുന്നത്. ഇപ്പൊ 10 കൊല്ലമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവർക്ക് ഇന്നാണോ തോന്നിയത് ഇപ്പം നാട്ടുകാർ പറയുന്നത് കേൾക്കണമെന്ന്? പറഞ്ഞോളൂ. അത് കൂടാതെ മറ്റൊരു കാര്യം, ഇപ്പം ഒരു സൈഡിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? CPM ആണ്. ഇപ്പം ഈ നാട്ടിൽ വർഗീയത പറഞ്ഞ് ഈ നാടിനെ രണ്ടായി തിരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ CPM ആണ് ഇവിടെ. സജി ചെറിയൻ ഒരു ഭാഗത്ത് അത് പറയുന്നു. ഇന്ന് ഇപ്പം വാർത്ത ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, MM മണി രാജേന്ദ്രനെതിരെ സംസാരിച്ച കാര്യം. MM മണി പച്ചയ്ക്ക് കൊലവിളി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. ഇവർ ഒരു സൈഡിൽ നാട്ടുകാർക്ക് എതിരാവുകയും മറ്റേ സൈഡിൽ വീട് കയറിയോണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സാലിയാണ്, കുമരകത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സാലി, താങ്കളുടെ വീട്ടിൽ എത്തിയിരുന്നോ ഈ ഗൃഹ സന്ദർശനത്തിനായി നേതാക്കൾ? ഇല്ല, വന്നില്ല സാർ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എന്തെങ്കിലും താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എത്രത്തോളം ഗുണമാവും ദോഷമാവും? ഒരു സർക്കാരിന്റെ ഒരു കാലമല്ലേ, സർക്കാരിന്റെ ഒരാളല്ലേ നമ്മുടെ വീട്ടിൽ വരുന്നത്. അതിനെന്താണ് കുഴപ്പം? ഒരു നല്ല കാര്യം അവരെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇത് നമ്മൾ ഇപ്പം പറയുന്ന പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഒരു ഇപ്പൊ തന്നെ ഇപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ ചാനലിനകത്ത് തന്നെ എഴുതി കാണിക്കുന്നത് ശശി തരൂർ CPM വരുന്നെന്ന്. ഇവരെന്താണ് ഇവരുടെ ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെ ചാനലിൽ എഴുതി കാണിച്ചോ? അല്ല, നിങ്ങളെ എല്ലാ ചാനലിനകത്ത് ഇപ്പൊ കാണിക്കുന്നുണ്ട് CPM വരുന്നു എന്നുള്ളതാണ്. അത് ദുബായ് വെച്ചാണ് അതിന്റെ ചർച്ച നടത്തിക്കൊണ്ട് ഒരു വ്യവസായിയാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനലിനകത്തില്ല, മറ്റു ചാനലിനകത്തെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ ഈ ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ആള് അദ്ദേഹം ഇപ്പൊ കാണിച്ച നേരത്തെ അല്ല മുഖ്യം. ഞാനൊരു പാർട്ടിയുടെ ഒരാളല്ല. അല്ല ശ്രീ സാലി, പ്രതിപക്ഷ നേതാവ് ഇതുമായിട്ടൊക്കെ നമ്മുടെ ചോദ്യം ഈ ഗൃഹ സന്ദർശന പരിപാടി കൊണ്ട് എന്താണ് നേട്ടം? അല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ വിഷയമൊന്നും അല്ലല്ലോ. സർക്കാർ നേരിട്ട് ഒരു വീട്ടിൽ വരുന്നെന്ന് ഞാൻ അത് കരുതുന്നുള്ളൂ. ഞാനൊരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല പറയുന്നത്. സർക്കാരല്ല വരുന്നത്, പാർട്ടിയുടെ നേതാക്കളാണ് വരുന്നത്. ആയിക്കോട്ടെ, അല്ലെന്ന് അത് പാർട്ടി ഇപ്പൊ ഭരിക്കുന്ന ആരാ? പാർട്ടിയല്ല ഭരിക്കുന്നത്. അപ്പൊ ഒരു ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആൾക്കാർ വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കും ചിലപ്പോൾ 10 വർഷമായിട്ട് തന്നെ വരാഞ്ഞ്. അതിപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അടുത്ത ഭരണം കിട്ടാൻ വേണ്ടി അവർ വരുമായിരിക്കും. പക്ഷെ പ്രതിപക്ഷം ഇപ്പൊ കാണിക്കുക മുഖ്യമന്ത്രിയിലും വലിയ ഇതായിട്ടാണ്. ഒരു ചാനലുകാരെ കാണുമ്പോൾ ഇന്നലെ തന്നെ ഒരു സ്ത്രീയെ പറയുന്നതായിട്ട് നിങ്ങളോട് സംസാരിക്കാനല്ല ഒരു കയറിലേക്കാണ് ഏത് ചാനലും ആയിക്കോട്ടെ. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് തൽക്കാലം. അല്ലല്ല, അങ്ങനെയല്ല. ഓരോ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഈ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം പറയാം, അതിനൊന്നും നമുക്ക് തടസ്സമില്ല. പക്ഷെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറഞ്ഞ് ചർച്ചയ്ക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ്
ഇല്ല അതല്ല ഞാൻ പറഞ്ഞു കയറുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അത്തരം ചർച്ചകളിലേക്ക് പോകാൻ തൽക്കാലം നിർവാഹമില്ല. നമ്മൾ ഏത് വിഷയം ഏത് ദിവസം എടുക്കുന്നോ ആ വിഷയത്തിൽ ചർച്ച ചെയ്യാം. ആ വിഷയത്തിൽ നിങ്ങളുടെ എത്ര രൂക്ഷമായ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ വേണമെങ്കിലും പറയാം. പക്ഷേ അതിൽ നിന്ന് മാറി നിന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ പരിപാടിയുടെ മുന്നോട്ട് പോക്കിന് സുഗമമാകില്ല. അത് അനുവദിക്കാനും കഴിയില്ല. എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങി വരാം. ഇറാനിലെ തെരുവുകളിൽ അടുത്തിടെ ആഞ്ഞടിച്ച പ്രതിഷേധങ്ങളുടെയും അതിനെ തുടർന്നുണ്ടായ രക്തരൂക്ഷിതമായ അടിച്ചമർത്തലുകളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ ലോകം ഭീതിയോടെയാണ് ആ കണക്കുകളെ നോക്കിക്കാണുന്നത്. പതിറ്റാണ്ടുകൾക്കിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര കലാപമായി മാറിയ ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് ടെഹ്റാൻ ഭരണകൂടം തന്നെ ചില ഔദ്യോഗിക കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ഈ കണക്കുകൾ ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിൻ്റെയും ആ പോരാട്ടത്തെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന ഭരണകൂട തന്ത്രത്തിൻ്റെയും നേർചിത്രമാണ്. ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാരകമായ അശാന്തിയുടെ ഈ കാലയളവിനെക്കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ മാനങ്ങൾ കൈവരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് സാമ്പത്തിക പരാധീനതകളിൽ നിന്നാണെങ്കിലും അത് വളരെ വേഗത്തിൽ രാഷ്ട്രീയ മാറ്റത്തിനും ഭരണകൂട വിരുദ്ധ വിപ്ലവത്തിനുമുള്ള മുറവിളിയായി പരിണമിക്കുകയായിരുന്നു. ഇറാന്റെ ഔദ്യോഗിക സ്റ്റേറ്റ് ടെലിവിഷൻ ബുധനാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 3117 പേരാണ് രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഈ വിവരങ്ങൾ അന്താരാഷ്ട്ര വാർത്താ ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്നും. കേരളത്തിൽ CPM നടത്തിയ ഗൃഹ സന്ദർശന പരിപാടി വോട്ടാകുമോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ഷാജി, ഈ ഭരണത്തിൻ്റെ താങ്കളൊരു ഇടതു പ്രവർത്തകൻ കൂടി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഭരണത്തിൻ്റെ 10ാം വർഷത്തിൻ്റെ അവസാന മാസമാണോ ഇങ്ങനെയൊക്കെ വീട്ടിൽ പോയി ആരുകൾ പറയുന്നതൊക്കെ കേൾക്കണം എന്ന് പാർട്ടിക്ക് തോന്നിയത്? അല്ല, അത് എനിക്ക് മനസ്സിലാകാത്ത ഒരു പ്രയോഗമാണ്. ഈ 10ാം വർഷത്തിന് ഇടയ്ക്ക് വെച്ച് ഒരു വീട്ടിലും കയറിയിട്ടില്ല എന്നുള്ളതാണോ? അങ്ങനെയല്ല, ഇങ്ങനെ ആളുകൾ പറയുന്നത് സർക്കാരിന്റെ ലഘുലേഖകളുമായി അല്ലെങ്കിൽ ഭരണ നേട്ടം അറിയിക്കാൻ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ വീടുകളിൽ പോയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ പോയതിന്റെ അത്ര ഇല്ലെങ്കിലും ഇപ്പോഴും പോകുന്നൊക്കെ ഉണ്ട്. അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ പ്രധാന നേതാക്കൾ തന്നെ ആളുകൾക്ക് പറയുന്നത് അങ്ങോട്ട് തർക്കിക്കേണ്ട, നമ്മുടെ ഭരണ നേട്ടം പറയേണ്ട, അവർക്ക് പറയാനുള്ളത് കേൾക്കൂ എന്ന് പറഞ്ഞ് 10 വർഷത്തിനിടയിൽ പോകുന്ന ആദ്യമാണ്. അതൊക്കെ ശരിയായിരിക്കും. ചിലപ്പം ചിലപ്പോഴല്ല, അങ്ങനെ താങ്കൾക്ക് അറിയാമല്ലോ. താങ്കൾ പാർട്ടി പ്രവർത്തകരല്ലേ, അങ്ങനെ പോയിട്ടുണ്ടോ 10 വർഷത്തിനിടയിൽ? അല്ല, ഞാനത് പറഞ്ഞോട്ടെന്ന്. ഇതിനൊക്കെ പോയിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ശബരിമല വിഷയം ഉണ്ടായതിനു ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങളോട് ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടി പോയതല്ലേ? ഇത് പറയട്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടേ എനിക്ക് പറയണ്ടേ? പറഞ്ഞോ. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നെ പരാജയം നേരിട്ടപ്പോൾ അതിന്റെ കാര്യങ്ങൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ അത് നടപ്പിലാക്കാൻ ഉള്ള ഒരു നിർബന്ധിത ഉണ്ടായതെന്നുള്ള അർത്ഥത്തിലൊക്കെ കാര്യങ്ങൾ പറയുകയും അതിന്റെ പ്രതിഫലനം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ശേഷം നടന്നിട്ടുള്ള പല പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള CPM ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണി ഏറ്റെടുത്തിട്ടുള്ള പല ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും CPMന്റെ പ്രവർത്തകരും വീട് കൂടാന്തരം കയറിയിട്ടുണ്ട്. അല്ലാതെ 10 വർഷത്തിന് മുമ്പ് ഞാൻ ഇടയ്ക്ക് പറയാൻ താങ്കൾ ധരിക്കരുത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഇത് ഇൻട്രോ പറഞ്ഞപ്പോഴും പറഞ്ഞു, താങ്കളോടും പറഞ്ഞു, 10 വർഷത്തിനിടയിൽ കയറിയിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരു ആവശ്യവുമായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് പാർട്ടി കയറുന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കാം. അല്ല, ചിലര് ഈ തരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനും കൂടെ മറുപടിയായിട്ട്. അല്ല, അതല്ലല്ലോ, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. അത് അങ്ങനെ അല്ലെങ്കിൽ താങ്കൾക്ക് തെറ്റാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് വസ്തുപരമായി ചൂണ്ടിക്കാണിക്കാം. ഓക്കെ ഞാനിത് പറഞ്ഞോട്ടെ. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഒപ്പം തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മള് സന്തോഷ് എന്ന് പറയുന്ന കാസർഗോഡ് എന്നുള്ള സഹോദരൻ പറഞ്ഞത്, പിന്നെ ഈ പ്രദേശത്തൊക്കെ മിണ്ടാൻ പറ്റത്തില്ല, അപ്പോഴേ ടാർഗറ്റ് ചെയ്യും, ചാപ്പ കുത്തും, പിന്നെ ആക്രമിക്കും എന്നൊക്കെയാണ് അദ്ദേഹം. ഞാൻ ഈ പിന്നെ പൊതുവേദിയിൽ ഞാൻ ബന്ധപ്പെടുന്ന സമയം മുതൽ അദ്ദേഹം വിളിക്കുന്നുണ്ട്. അന്നെല്ലാം അയാൾ CPMനെതിരെയും BJPക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടിരിക്കുക. അദ്ദേഹത്തിന് ഇതുവരെ യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോഴും സധൈര്യം പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വെറുതെ വന്നിരുന്ന ഓരോ പിന്നെ ഗീർവാണങ്ങൾ അടിക്കുന്നു എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചിലയിടത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഏറ്റവും വലിയ പ്രശ്നം MA പാത്രം കഴിയുക എന്നുള്ളതാണ്. അതിനകത്ത് എന്ന് പറയുന്ന ഒരിടത്ത് നിന്ന് ഈ ചവറ് വാരി ഇട്ട് കൊടുക്കുന്നു, മറു സൈഡിൽ വീഡിയോ പിടിക്കുന്നു, അല്ല അത് അവർ കേൾക്കണമെന്നേ. എനിക്ക് പറയണത് ഓരോ ചവറ് വാരി ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് ഒരാൾ നിന്ന് തൂക്കുന്നു, അത് വീഡിയോയിൽ പിടിക്കുന്നു, എന്നിട്ട് സ്വച്ഛ ഭാരതിന്റെ പരസ്യത്തിൽ കൊടുക്കുന്നു. എന്തേ അതൊക്കെ ശ്രേഷ്ഠമാവുന്നത്? അത്തരത്തിലൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഒരിടത്ത് അഴുക്കാക്കി കൊണ്ടിട്ട് കൊടുക്കുന്ന പാത്രം, അഴുക്കാക്കി ഇട്ട് കൊടുക്കുന്ന പാത്രം കഴുകുന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചത് കഴുകുന്നു.
അതിന് അത്ര വലിയ, ഞാനും എൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കുന്ന എൻ്റെ മക്കള് അവരവർ ഭക്ഷണം കഴിക്കുന്നതെല്ലാം അവരവർ തന്നെ കഴിവുന്നത്, പിന്നെ എൻ്റെ കുടുംബത്തിലും. അപ്പോൾ അത് വലിയ അപരാധമായിട്ടാണ് ചിലർക്കൊക്കെ തോന്നുന്നത്. പിന്നെ ഈ കുറെ ആളുകൾ ഇതൊക്കെ പറയുമ്പോഴും ശ്രീ ഷാജി ഓർക്കേണ്ടത് MAVV ഇപ്പോഴല്ല, അദ്ദേഹത്തെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഈ രീതിയിലൊക്കെ ജീവിക്കുകയും ഈ രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരം ആളാണ്. പക്ഷേ പാർട്ടിയിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും അങ്ങനെയൊന്നുമല്ല എന്നതുകൂടി ഓർക്കണം. അതെ, എല്ലാരും അത് അവലംബിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ശരിയാണ്, പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾ കൂടിയൊക്കെ നല്ലതാണ്. അല്ല, അത് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. MAVV പാത്രം കഴുകിയാൽ മതിയോ, ബാക്കിയുള്ളവർ കൂടെ കഴിവട്ടെ എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട്. ഇത് കഴുകുന്നത് ഏതാണ്ട് മ്ലേച്ഛമായ പരിപാടിയാണെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ചില കഴിയുന്നത് മാതൃകാപരമായ പരിപാടി തന്നെയാണ്. അത് ജനങ്ങളോടൊപ്പം തന്നെ പാർട്ടിയിലെ മറ്റു പ്രധാന നേതാക്കൾ കൂടി ബേബിയുടെ പഠിക്കേണ്ടതാണ്. പക്ഷെ അവരൊക്കെ പഠിക്കുമല്ലോ എന്ന് കണ്ടറിയണം. അല്ല, അത് വേറെ കാര്യം, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അല്ല, അത് പറയുന്നതിനകത്ത് ന്യായം. ബാക്കിയുള്ളവർ കൂടെ പാത്രം കഴുകേണ്ടതാണ്, MAVV മാത്രം മതിയോ എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. അല്ലാതെ മറ്റേത് പറയുന്നത് വേറെയാണ് അർത്ഥം. പിന്നെ ചിലരെയൊക്കെ വർത്താനം കിട്ടി കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് അങ്ങ് ആകെ സഹിക്കാൻ വയ്യാതെ ഇരിക്കുകയാണെന്നാണ്. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ഞാനൊരു പാർട്ടിയുടെ മെമ്പർ എന്നുള്ള അർത്ഥത്തിൽ എന്റെ ഘടകം ഉൾപ്പെടെ വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല. അതിന് ചില കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ, അതുപോലെ കൊല്ലം കോർപ്പറേഷനിൽ, അതാണ് തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ നേരിട്ട പരാജയമാണ് ഏറ്റവും വലിയ പരാജയമായിട്ട് കാണുന്നത്. എന്നാൽ തന്നെയും ചിലയിടത്ത് അത് ഉണ്ടാകരുതെന്ന് കരുതിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത് വിജയം ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷനിലെ BJPയുടെ വളർച്ച എന്ന് പറയുന്നത് CPM പോലെ ഒരു ശക്തി കേന്ദ്രത്തിലാണ് ഉണ്ടായതെന്ന് ആലോചിക്കണം. അപ്പോൾ അത്ര ഗുരുതരമായ വീഴ്ച പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാണല്ലോ അത്ര ഒരു പരാജയം ഉണ്ടായത്. അത് ഗൗരവമായിട്ട് വിലയിരുത്തി എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, നമ്മളോടത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ആ രീതിയിലാണ്. അപ്പോൾ ഈ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ പരാജയം എന്റെ കാരണങ്ങൾ കണ്ടെത്താൻ കാരണം കണ്ടെത്തിയിരുത്തൽ നല്ലതാണ്. അപ്രതീക്ഷിതം എന്ന വാക്കിനോടൊന്നും യോജിപ്പില്ല. അത് പാർട്ടിക്കാർക്ക് മാത്രമേ അപ്രതീക്ഷിതമായി തോന്നി കാണൂ. സാധാരണ പുറത്ത് നിൽക്കുന്ന അപ്രതീക്ഷിതമായിട്ടൊന്നും തോന്നി കാണില്ല. ശ്രീ ജയചന്ദ്രനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ജയചന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഗൃഹസന്ദർശന പരിപാടി കൊണ്ട് ഒരു തെറ്റുതിരുത്തൽ, ആ തെറ്റുതിരുത്തൽ ജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ നടത്താൻ CPM ഗൃഹസന്ദർശനം നടത്താതെ തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വേണ്ടുന്നല്ലേ? താങ്കൾ TV മ്യൂട്ട് ചെയ്താൽ കൃത്യമായി പറയാം. ശ്രീ ജയ ആണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ CPM നേതാക്കളൊക്കെ വീടുകളിലെത്തി അവിടുത്തെ എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ കേൾക്കാൻ തയ്യാറാവുന്നു? അങ്ങനെ ഒരു കേൾക്കാൻ തയ്യാറാവുന്ന ഒരു രീതി ആ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? നമസ്കാരം കിരൺ. നമസ്കാരം. അച്ഛൻ എങ്ങനെയുണ്ട്? ഇപ്പം കുഴപ്പമില്ല, വീട്ടിലുണ്ട്, സുഖമായിരിക്കുന്നു. പിന്നെ ഇവരുടെ ഗൃഹസന്ദർശനം യാതൊരു പ്രയോജനവും ചെയ്യത്തില്ല കിരൺ. ഇതിനു മുന്നേ ഒരു സ്കോളർ പറയുന്നത് കേട്ട് ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ഇട്ട് പിള്ളേരെ അടിച്ചായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെയും അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാ. അതൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോദിക്കാൻ നിൽക്കുക. ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും വരത്തില്ല. എന്റെ ഹസ്ബൻഡ് BJPയുടെ വലിയൊരു പ്രവർത്തകനാണ്. അപ്പൊ അതുകൊണ്ട് സ്ലിപ്പ് തരാൻ പോലും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല അവര് കഴിഞ്ഞ ഇലക്ഷന്. അതുകൊണ്ട് എനിക്കതൊന്നും പറയാനൊക്കത്തില്ല. ഞാൻ കാത്തിരിക്കുകയായിരുന്നു ശബരിമലയിലെ കൊള്ളത്തരവും എല്ലാം. പിന്നെ എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു ഇവിടെ, ഞാൻ ആദ്യം കഴിക്കുവാണെങ്കിൽ പുള്ളി എഴുന്നേറ്റ് പോകുമ്പോൾ എന്റെ പാത്രം കൂടെ എടുത്ത് കിച്ചണിൽ കൊണ്ടുവയ്ക്കാറുണ്ട്. ചിലപ്പം കഴുകാറുമുണ്ട്. അതുപോലെയാണോ വന്യ വീടുകളിൽ ചെന്ന് MAVV? എനിക്ക് നല്ല റെസ്പെക്റ്റും നല്ല സ്നേഹവും ഉള്ള ഒരാളാണ് അദ്ദേഹം. ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇവിടെ എല്ലാവരും പ്രാക്കുളം ചെഗുവേര എന്നൊക്കെ വിളിക്കുന്ന അത്ര അടിയറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് പുള്ളി. അത് ഒരു വീട്ടിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇവര് അത് വല്ലാതെ കാണിക്കുവാണെന്നൊക്കെ പറഞ്ഞാലും ഒരു വീട്ടിലെങ്കിലും അങ്ങനെ ചെയ്ത് കാണുമല്ലോ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല കിരണേ. അപ്പോൾ ശ്രീമതി ജയ പറയുന്നത് നമ്മളൊരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ആ പാത്രം കഴുകി വെക്കുന്നത് ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണെന്നാണോ? ഉറപ്പായിട്ടും. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നാല് അങ്ങനെ ഒരാൾ, എത്രയോ മനുഷ്യർ അവർ എവിടെ പോയാലും അവർ കഴിക്കുന്ന പാത്രം അവർ തന്നെ കഴുകി വെക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ല, നമ്മൾ എല്ലാവരും മഹാത്മാഗാന്ധി അല്ലല്ലോ. അല്ല, എല്ലാവരും മഹാത്മാഗാന്ധി ആവണ്ട, എല്ലാവരും ആവണ്ടേ. വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും പാത്രം കഴുകി വെക്കുന്നതിനും ഒക്കെ ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം കഴുകി വെക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലേ എവിടെ ചെന്നാലും?
ഞാൻ ഹോട്ടലിലല്ലോ ഉറപ്പായിട്ടും പണം നമ്മുടെ കൊടുത്ത് പോയി വീട്ടിൽ ഹോട്ടലിൽ ചെയ്താൽ പോയല്ലോ മതി. അന്യ കഴിക്കുന്നത്. വീട്ടിൽ ഞാൻ പോലും ബന്ധുവീട്ടിൽ ചെയ്യണ്ട. പോയി കഴിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം എനിക്കില്ലേ? അത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കിരൺ തെറ്റല്ലേ? ചെയ്യാറുണ്ടോ? കിരൺ അത് ചെയ്യാറുണ്ടോ? അന്യ ഞാൻ വീട്ടിൽ പോയി ചെയ്യാറുണ്ട്. കഴിച്ചാൽ എന്റെ വീട്ടിൽ വേറെ പാത്രം വീട്ടിൽ പോയി ഭക്ഷണത്തിൽ കഴിച്ചോ? പാത്രം അയ്യോ, ഭക്ഷണം I'm കഴിച്ചു sorry. കഴിഞ്ഞാൽ ആ പാത്രം ഞാൻ തന്നെയാണ് ഐ കഴുകുന്നത്. ആം സോറി. ഞങ്ങളുടെ വീട്ടിലൊന്നും ആളുകൾ വന്നാ അവര് പാത്രം എടുക്കാനും അവരിരുന്ന് കഴിക്കുന്നിടത്ത് വീട്ടിൽ ഞങ്ങൾ വരുന്ന തന്നെ ആളുകൾ എല്ലാവരും അങ്ങനെ ചെയ്യണം ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, അങ്ങനെ ചെയ്യണം എന്നുള്ളതാണല്ലോ ഒരു സാമാന്യ മര്യാദ. അതല്ലേ ഒരു മാതൃക. അതല്ലേ ഒരു വീട്ടിൽ വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം അവിടെ ഇട്ടിട്ട് പോകുന്നത് ശരിയായ രീതിയല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ചെയ്ത് മാറണം. ഓക്കെ. നമ്മള് ഒരു അന്യ വീട്ടിൽ പോവുകയാണെങ്കിൽ അവർക്കൊരു മര്യാദയുണ്ട്, നമ്മുടെ പാത്രം എടുത്ത് കഴുകുക. പക്ഷേ അങ്ങനെയല്ല. പലരും സ്വന്തം പാത്രം സ്വയം കഴുകുന്ന ശീലമുള്ള ഒരുപാട് പേർ, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർ കഴുകുന്ന പാത്രം മിനിമം കഴുകി വെച്ചിട്ട് മാത്രം, അല്ലെ കഴിക്കുന്ന പാത്രം കഴുകി വെച്ചിട്ട് അവർ മടങ്ങും. അല്ല, കിരണിന്റെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാ കിരണിന്റെ അമ്മയും വൈഫും ഒക്കെ നോക്കി നിൽക്കുക, അയാൾ പാത്രം എടുത്തോണ്ട് എന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ പാത്രം കഴുകുന്നവരും കഴുകാത്തവരുമായ ആളുകളുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പാത്രം കഴുകി വെച്ചിട്ട് ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെച്ച് പോകുന്ന സുഹൃത്തുക്കളും ഉണ്ട്, അല്ലാത്തവരും ഒക്കെ ഉണ്ട്. ഈ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അല്ലാതെ ഒരാൾ കഴുകാൻ പോയാൽ നിങ്ങൾ കഴുകരുത് എന്ന് പറഞ്ഞാൽ അവരെ തടയില്ല. കഴുകാൻ പോകുന്നത് ശരിയാണ്, ശരിയായ ഒരു നിലപാടാണ്. ആ നിലപാട് നമ്മൾ അംഗീകരിക്കാൻ വേണ്ടത്. ഓക്കെ. നമ്മൾ ഇതിനു മുന്നേ ഈ ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ മുന്നിലത്തെ ഒരാളുണ്ടായിരുന്നല്ലോ, കിണറേഷോ, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. കിണറേഷൊന്നും അല്ലല്ലോ, ജഗദീഷോ എന്തോ ഒരു പേരുണ്ടല്ലോ. ശ്രീമതി, നമ്മൾ ഒരാളെ കുറിച്ച് ഒരു ആരോപണം പറയുമ്പോൾ അതിൻ്റെതായ മാന്യതയിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കാം, അതിൽ തെറ്റുമില്ല. പക്ഷേ മാന്യത കാണിച്ചതല്ല, ഞാൻ ആ പേര് മറന്നു. എന്തോ ജഗദീഷ്. എന്തായാലും ആ പേര് പറഞ്ഞില്ലെങ്കിലും ഒരാളെ കളിയാക്കുന്ന പേര് ശ്രീമതി ജയ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. നല്ല ശരി. ശ്രീ പ്രസാദ് ആണ് ശ്രീ പൂഞ്ഞാറിൽ നിന്നാണ് വിളിക്കുന്നത്, പ്രസാദ് കുരുവിള. ശ്രീ പ്രസാദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, ഈ ഒരു ഗൃഹസന്ദർശനം കൊണ്ട് CPM-ന് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഞാനൊരു ചാനൽ ഡിബേറ്റർ കൂടിയാണ്. ഞാൻ കുറെ നേരമായിട്ട് ഈ ന്യൂസ് 18-ന്റെ ഈ ചാനൽ ഡിസ്കഷൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന MA ബേബിയുടെ പാത്രം കഴുകിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. MA ബേബിയോ പാർട്ടിക്കാരോ പാത്രം കഴുകുകയോ അല്ലെങ്കിൽ അപ്പി കഴുകുകയോ അല്ലെങ്കിൽ തുണിയലക്കോ ഒക്കെ ചെയ്യട്ടെ. പക്ഷെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉള്ള സമയങ്ങളിൽ വീട്ടിൽ കയറി ആളുകൾക്ക് വേണ്ടി, ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാത്രം കഴുകുന്നതിനെ ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ സാധാരണ ജനം കുറ്റപ്പെടുത്തുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ സംസ്ഥാനത്ത് എത്രമാത്രം ലഹരിയുടെ വ്യാപനമുണ്ട്. മാരക രാസലഹരി ഭയങ്കരമായിട്ടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മദ്യം, തങ്ങൾ അധികാരത്തിൽ വന്നാൽ യാതൊരു കാരണവശാലും നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും കൂടുതലായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു ഭരണ സംവിധാനമാണ് കഴിഞ്ഞ 9.25 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാടൊട്ടുക്ക് മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത് മയക്കുമരുന്നുകളുടെ വർധനവിന് കാരണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നാടിന്റെ മുക്കിലും മൂലയിലും മയക്കുമരുന്നുകളുടെ വർധന ഉണ്ടായിരിക്കുക. ഇതിനെതിരെയൊക്കെ ഇവർക്ക് എന്ത് സംസാരിക്കാൻ പറ്റും? മദ്യം ഡോർ ഡെലിവറി, ഹോം ഡെലിവറി ചെയ്യുവാൻ തയ്യാറായ ഇത് വിഷയം ഇതല്ലെങ്കിലും ഈ താങ്കൾ പറയുന്ന ആശയം അങ്ങനെ ഒരു ശാസ്ത്രീയമായ ഒരു ആശയമല്ല. മദ്യത്തിന്റെ ലഭ്യത കുറയുമ്പോഴാണ് മയക്കുമരുന്നിന്റെ വ്യാപനം ലോകത്തെവിടെയും കൂടുതൽ ഉണ്ടാവുന്നത്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അത് ശാസ്ത്രീയമായി തന്നെ അങ്ങനെയാണ്. മദ്യത്തിന്റെ ലഭ്യത കേരള സംസ്ഥാനത്ത് കൂടുതലാണ്. കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം മദ്യം ഉണ്ടായ ഒരു കാലഘട്ടമില്ല. അപ്പൊ അതിനോടൊപ്പം തന്നെ മുക്കിലും മൂലിലും മയക്കുമരുന്നും പതിച്ചിരിക്കുക. അതിന്റെ കാരണമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതെല്ലാം പ്രധാന വിഷയങ്ങൾ തന്നെയാണ്. അല്ല, ഈ അത് ഗൃഹസന്ദർശനമായിട്ട് ഇതിനെന്താണ് ബന്ധം? ഗൃഹസന്ദർശനം എന്നുള്ള ജനങ്ങളെല്ലാം പ്രതികരിച്ചുകൊണ്ടിരിക്കല്ലേ. യാതൊരു കാരണവശാലും തുടർഭരണം, അത് XOR-Y, UDF ആണെങ്കിലും BJP ആണെങ്കിലും LDF ആണെങ്കിലും തുടർഭരണം കൊടുക്കാൻ പാടില്ല. തുടർഭരണം എന്ന് പറയുന്നത് കളവിനും അല്ലെങ്കിൽ കളവുകളെ മറയ്ക്കാനുമുള്ള കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുക. യാതൊരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് സാറേ, ഇതിനകത്ത് വിളിക്കുന്നത് ഓരോരുത്തരും അഭിപ്രായം പറയാനാണ് വിളിക്കുന്നത്. അത് ചിലർക്ക് വേണ്ടി ചിലർക്ക് 2-3 പേർക്ക് മാത്രം ഈ വിളിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രം സമയം കൊടുക്കണം. ശരിയല്ല. അതൊക്കെ നമുക്ക് ചിലതിന് മറുപടിയൊക്കെ പറയേണ്ടി വരത്തില്ല. അല്ല, നമ്മളിതൊരു മറുപടി അതൊക്കെ എല്ലാവർക്കും അനുവദിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷാജിയെ പറ്റി പറയാൻ എനിക്കിപ്പോ സമയം തരണം. എല്ലാവർക്കും അനുവദിച്ചു കൊടുക്കണം. ഇയാൾക്ക് മാത്രം എന്തിനാണ് ഇപ്പൊ ആ പാർട്ടി അല്ലാത്ത പല പാർട്ടിക്കാരും വിളിക്കും. 3 പാർട്ടി 4 പാർട്ടിക്കാരും വിളിക്കും.
അവരൊക്കെ അവരവരായ അഭിപ്രായം പറയും. ശ്രീ ജയകുമാർ, അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് കൂടുതൽ സമയം കൊടുക്കുന്നു, അല്ലെ ഒരു പാർട്ടിക്കാർക്ക് സമയം കൊടുക്കുന്നില്ല, അങ്ങനെ പരാതി ഇല്ലല്ലോ. ചില ആളുകൾ പറയുന്ന ചില അഭിപ്രായത്തിൽ നമുക്ക് അങ്ങോട്ട് കൗണ്ടറായിട്ട് ചില വാക്കുകളൊക്കെ പറയേണ്ടി വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. നിത്യം സാറ് എല്ലാം എടുത്തു വെച്ച് നോക്കിക്കൊള്ളണം. ആദ്യം സാറ് എതിർക്കാൻ തുടങ്ങുമ്പോൾ സാറിന് അയാൾ ഇരുത്തും. എന്താണ് പറയുന്നത്? നിങ്ങൾ സമയം തരൂ. സാറ് ആവശ്യത്തിന് സമയം കൊടുക്കും. അയാൾ അറിഞ്ഞങ്ങ് പ്രതികരിക്കും. അയാള് പിന്നെ ഈ കാസർഗോഡ് ഇപ്പോഴത്തെ അഭിപ്രായം പറയാം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് എന്റെ വീട്ടിൽ ഞാൻ ജോലി വീട്ടിൽ പോകുന്നവരെ എന്റെ അമ്മയും സഹോദരങ്ങളുമാണ് എന്റെ പാത്രം കല്യാണം കഴിക്കുന്നവരെ എന്റെ അമ്മയും സഹോദരങ്ങളാണ് ഞാൻ കഴിക്കുന്ന പാത്രം കഴുകിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു വന്നപ്പോ എന്റെ ഭാര്യ കഴുകും. ഇപ്പോഴെന്റെ ഭാര്യയോ മക്കളോ ആരെങ്കിലും കഴിയും. ഞാൻ എന്റെ പാത്രം എടുത്ത് കഴുകാറില്ല. അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി പറയണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇയാൾ പൊക്കിപ്പിടിച്ചോണ്ട് വന്നോണ്ട് എനിക്ക് പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ കഴിച്ച എല്ലാവരെയും കൂടെ പാത്രം അദ്ദേഹം കഴുകിയിട്ട് പോയെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയല്ലോ ശ്രീ ജയകുമാർ, താങ്കൾ ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല. ഭാര്യയെ കൊണ്ട് പാത്രം കഴിക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. താങ്കൾ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം കഴുകാനുള്ള ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട്. തുല്യമായ ഉത്തരവാദിത്തമാണ് ഇതിനെല്ലാം ഭാര്യയ്ക്കും താങ്കൾക്കും എല്ലാം ഉള്ളത്. പണ്ടത്തെ രീതിയൊക്കെ അനുസരിച്ച്, രീതിയല്ല, പണ്ടത്തെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതി അനുസരിച്ച് അതിന് വഴങ്ങുന്ന സ്ത്രീകൾ സ്വാഭാവികമായും അത് അവരുടെ കടമയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഇതൊക്കെ ഇപ്പോഴും ചെയ്തു തരികയാണ്. താങ്കളുടെ ഭാര്യയ്ക്ക് തുല്യമായ അവകാശം കൊടുത്തിട്ട് താങ്കൾ കഴിച്ച പാത്രം കഴിയുന്നതിന് എന്താണ് ഇത്ര കുഴപ്പം? സാറേ, തുല്യമായല്ല, അതിൽ കൂടുതൽ ഞാൻ അവകാശം കൊടുക്കുന്നുണ്ട്. അല്ലെ, അതെങ്ങനെയാണ്? താങ്കൾ ഇപ്പോഴും കഴിച്ച പാത്രം പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ താങ്കളുടെ ഭാര്യയോട് ചോദിക്കൂ, താങ്കളുടെ കഴിച്ച പാത്രം ഞാൻ കഴുകി വെക്കാം നാളെ മുതൽ എന്ന് പറയും. അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. പറയട്ടെ സാറേ, ഞാനിവിടെ പറയട്ടെ. ആഹാരം മറ്റി തരേണ്ടതും പിന്നെ തുണി ഇളക്കി തരുന്നതും പാത്രം കഴിയുന്നതൊക്കെ ഭാര്യയുടെ മക്കളുടെ ഒക്കെ കടമയാണ്. അങ്ങനെ അവരുടെ കടമയൊന്നുമില്ല ശ്രീ ജയകുമാർ. അങ്ങനെ ഒരു കടമയില്ല. ഭക്ഷണം വെച്ച് തരേണ്ടതും അല്ലെങ്കിൽ തുണി അലക്കി തരേണ്ടതും ഭാര്യമാരുടെ കടമയൊന്നുമല്ല. ഭാര്യയുടെ തുണി അലക്കാൻ താങ്കൾക്കും താങ്കളുടെ തുണി അലക്കാൻ ഭാര്യയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചെന്നിരിക്കും. പക്ഷെ ഇതെല്ലാം ഭാര്യയുടെ മാത്രം കടമയാണ് താങ്കൾ ധരിക്കുന്നത് തെറ്റാണ്. എന്റെ ഭാര്യ, എന്റെ മക്കളോ, എന്റെ അമ്മ എന്നെ അനുവദിക്കാം. അങ്ങനെ അല്ല അനുമതി. അത് പണ്ടത്തെ കാലത്തെ തെറ്റായ സാമൂഹ്യ ബോധമാണ്. ആ ബോധത്തിൽ നിന്ന് ജയകുമാർ മാറണം. താങ്കളുടെ മക്കളോട് മാറാൻ പറയണം. ഇല്ല സാറേ, നമ്മളെ അനുവദിക്കാറില്ല അവര്. ശരി, എന്തായാലും താങ്കൾ അവരോടൊക്കെ ഒന്ന് സംസാരിക്കൂ. ഞാൻ നാളെ മുതൽ പാത്രം കഴുകി തരാം എന്ന് ഭാര്യയോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ ഭാര്യ എന്താണ് പറയുന്നത് അറിയാമല്ലോ. എന്നാ കളിയാക്കും അവര്. ശരി, എന്നാ ചോദിച്ചു നോക്കൂ. അങ്ങനെയൊക്കെ സമൂഹം മാറിയിട്ടുണ്ട് ഒരുപാട്. ശരി, എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ നമ്മുടെ പോളിൻ്റെ പ്രതികരണം കൂടി നോക്കണം. CPM നേതാക്കളുടെ ഗൃഹസന്ദർശനം വോട്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് 23% പേരാണ് അനുകൂലിച്ച് പറഞ്ഞിരിക്കുന്നത്. 77% പേർ അത് വോട്ടാകില്ല എന്നുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഗൃഹസന്ദർശന പരിപാടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. അതിനിടയിൽ ചിലർ MA ബേബിയുടെ വീട്ടിൽ പോയി പാത്രം കഴുകിയതിനെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി. ശ്രീ MA ബേബി ഈ ഒരു ഇലക്ഷൻ കാലത്തല്ലേ എന്നുള്ള ഒരു ചോദ്യവും ചിലർ ചോദിച്ചു. അങ്ങനെയല്ല, ബേബിയെ നേരത്തെ തൊട്ട് അറിയാവുന്ന ആളുകൾക്കറിയാം. അദ്ദേഹം അത്തരമൊരു ജീവിതചര്യ തുടരുന്ന ഒരു നേതാവാണ്. പക്ഷേ മറിച്ച് മറ്റ് നേതാക്കളെല്ലാം അങ്ങനെയാണെന്നും പറയുന്നില്ല. അങ്ങനെയല്ലാത്ത നേതാക്കളാണ് മറ്റു പല നേതാക്കളും. പക്ഷേ MA ബേബി അങ്ങനെയല്ല. അദ്ദേഹം അത്തരമൊരു ജീവിതചര്യ ചെറുപ്പകാലം മുതൽ തുടരുന്ന ഒരു നേതാവ് കൂടിയാണ്. അതിനെ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടല്ല ബേബി പോയി പാത്രം കഴുകുന്നത്. പിന്നെ അത്തരം ഒരു പ്രവൃത്തി MA ബേബിയെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചെയ്യുമ്പോൾ അതിനെ അനുകരണീയമായ മാതൃകയെ കാണുകയും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിക്കോട്ടെ ആ തരത്തിൽ സമൂഹം മാറുകയുമാണ് വേണ്ടത് എന്നതുകൂടി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.